നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ രാവിലെയിലേക്ക് ഒരു പുതുപുത്തൻ വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. നല്ല മഴയാണല്ലേ? അപ്പോൾ ഇന്ന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന 5 ദിവസങ്ങളിലും അതിശക്തമായ മഴ സംസ്ഥാനത്ത് പെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് നമുക്ക് മുന്നിലുള്ളത്. ഇന്നത്തെ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ അതിശക്തമായ മഴ പെയ്യും എന്നതാണ് മുന്നറിയിപ്പ്. 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് ഇന്ന് നൽകിയിട്ടുള്ളത്. അതായത് കൊല്ലത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും ആലപ്പുഴയിലും എറണാകുളത്തും ഇടുക്കിയിലും ഈ 6 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. ഇവിടെ അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഈ 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും 2 ജില്ലകൾക്ക് മാത്രമാണ് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുള്ളത്. എറണാകുളത്തെയും ഇടുക്കിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ കോട്ടയം ജില്ലയിലെ 3 താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടി അവധി നൽകിയിട്ടുണ്ട്. കോട്ടയം, കാഞ്ഞിരപ്പള്ളി, മീനച്ചൽ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി. ഈ മഴയ്ക്കൊപ്പം തന്നെ അതിശക്തമായ കാറ്റും വീശാനുള്ളൊരു സാധ്യതയുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് പൊതുവെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇതടക്കം ഒരുപാട് വാർത്തകൾ ഇന്നത്തെ ദിവസം പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്. ഒരു സമഗ്രമായ വാർത്താ ദിനത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നത്. നമുക്ക് എല്ലാ വാർത്തകളും നോക്കാം വിശദമായി. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. സ്കൂൾ സമയമാറ്റം പിൻവലിച്ചേക്കില്ല. സമസ്ത അടക്കമുള്ള സംഘടനകളുമായി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ച. സർക്കാർ നിലപാട് വിശദീകരിക്കും. സംസ്ഥാനത്ത് കനത്ത മഴ മുന്നറിയിപ്പ്. മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ. 2 ജില്ലകളിലും 3 താലൂക്കുകളിലും അവധി. ധർമ്മസ്ഥലയിൽ വഴിമുട്ടി പ്രത്യേക അന്വേഷണ സംഘവും. ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞുമാറി മുതിർന്ന ഉദ്യോഗസ്ഥർ. DCP സൗമ്യലത പിന്മാറി. അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ എത്തുന്നതിലും വ്യക്തതയില്ല. തിരുവല്ലയിൽ കാർ കുളത്തിൽ വീണ് ഒരാൾ മരിച്ചു. അപകടം വാഹനം നിയന്ത്രണം വിട്ട്. മീൻ പിടിക്കുന്നതിനിടെ കോഴിക്കോട് യുവാവ് പുഴയിൽ മുങ്ങി മരിച്ചു. ശബരിമലയിലെ ട്രാക്ടർ യാത്രയിൽ ADGPക്കെതിരെ സർക്കാർ നടപടിക്ക്. വിശദീകരണം തൃപ്തികരമല്ലെന്ന് DGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്കെത്തുക ആഭ്യന്തര വകുപ്പിന്റെ ശുപാർശയോടെ. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നീട്ടും. 6 മാസത്തേക്ക് കൂടി നീട്ടാൻ ധാരണ. അമിത്ഷാ രാജ്യസഭയിൽ ഇന്ന് പ്രമേയം അവതരിപ്പിക്കും. ചെസ്സിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. ഫിഡെ ലോക ചെസ് വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യക്കാർ. നേർക്കുനേർ പോരാട്ടത്തിന് കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും. നമ്മൾ വിശദമായ വാർത്താ ദിനത്തിലേക്ക് കടക്കുകയാണ്. ഓരോ വാർത്തകളും വിശദമായി നമുക്ക് പരിശോധിക്കാം. ആദ്യമെത്തിയാൽ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സമസ്തയും സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന പോരിനെ കുറിച്ചൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊരു സമവായത്തിലേക്ക് എത്തുന്നു, ചർച്ചയ്ക്ക് തയ്യാറാകുന്നു സർക്കാർ എന്നുള്ള വാർത്തകളൊക്കെ പിന്നാലെ വരികയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ആ ചർച്ച നടക്കാൻ പോവുകയാണ്. പക്ഷേ നിലപാടിൽ സർക്കാർ മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. സർക്കാർ അത്തരത്തിലൊരു മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മുന്നിലുള്ള സൂചന. സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സമസ്തയടക്കം മതസംഘടനകളുമായി ഇന്ന് സർക്കാർ ചർച്ച നടത്തുകയാണ്. വൈകിട്ട് 4:30 വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച നടക്കുക. മദ്രസ വിദ്യാഭ്യാസ ബോർഡ് അംഗങ്ങളാണ് ചർച്ചയിൽ പങ്കെടുക്കുക. സമസ്ത ഏകോപന സമിതിയിൽ ഉയർന്ന അഭിപ്രായങ്ങൾ അംഗങ്ങൾ സർക്കാരിന് സമർപ്പിക്കും. വൈകിട്ടും രാവിലെയുമായി 15 മിനിറ്റ് വീതമാണ് സ്കൂൾ സമയം വർദ്ധിപ്പിച്ചത്. ഇതിനെതിരെയാണ് സമസ്ത മദ്രസ പഠനത്തിൽ ആ ഒരു സമയമാറ്റം പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് എത്തിയത്. പക്ഷേ ആ നിലപാടിൽ നിന്ന് മാറില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. സർക്കാരിന്റെ നിലപാട് സമസ്തയെ ബോധിപ്പിക്കും, വിശദീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
ശക്തമായ മഴ തുടരുന്നതിനാൽ ഇടുക്കി, എറണാകുളം ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അതേസമയം കോട്ടയം ജില്ലയിലെ 3 താലൂക്കുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. പ്രിൻസ്, വെരി ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ അതിശക്തമായ മഴയാണ്. ഇന്നും ആ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ്. നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് പ്രിൻസ്? ഗുഡ് മോർണിംഗ്. നിലവിൽ മഴ ഇടയ്ക്ക് ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കനത്ത മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് ഇടയ്ക്കിടയ്ക്ക്. കഴിഞ്ഞ രാത്രിയിലും അതിശക്തമായ മഴയായിരുന്നു തുടർച്ചയായി പെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അല്പം കുറവുണ്ടെങ്കിൽ പോലും ഇടവിട്ട് മഴ വീണ്ടും ശക്തമാകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പം ജില്ലയിലെ ഹൈറേഞ്ചിലും തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങൾക്ക് തൊട്ട് മഴയ്ക്കൊപ്പം ചെറിയ തോതിൽ കാറ്റ് വീശുന്നത് ആശങ്കയ്ക്ക് ഇടയാകുമെന്ന്, പ്രത്യേകിച്ചും കാർഷിക മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള കാർഷിക നാശത്തിന് ഇടവെത്തുമോ എന്ന് ആശങ്കയുണ്ട്. അതെ, ഈ മഴയേക്കാൾ കൂടുതൽ നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഈ മഴക്കെടുതിയാണല്ലോ. എങ്ങനെയാണ് ജില്ലയിലെ ഒരു സാഹചര്യം പ്രിൻസ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വീടുകൾ സമീപത്തൊക്കെ കരിങ്കൽ കെട്ടുകളൊക്കെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. നിലകണ്ടത്തിന് സമീപം പാമ്പാടുംപാറയിൽ ചെറിയ തോതിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം തൂക്കുപാലത്ത് ഒരു വീടിന്റെ സമീപത്തേക്ക് കൽക്കെട്ട് ഇടിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ചെറിയ തോതിൽ മരങ്ങൾ പല ഭാഗത്തും ഒടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. മഴ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ റോഡിലേക്കൊക്കെ മരം ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഇടുക്കിയിലുള്ളതാണ്. അപ്പം രാത്രികാല യാത്രകളിലൊക്കെ ജാഗ്രത പുലർത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. പ്രത്യേകിച്ചും രാത്രികാലങ്ങളിലാണ് മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ കൂടുതലായുള്ളത്. അതോടൊപ്പം തന്നെ ജലസംഭരണികളിലേക്കൊക്കെ നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിലവിൽ 61% ആകെ സംഭരണ ശേഷിയുടെ 60% ജലം ഇപ്പോൾ ഇടുക്കി അണക്കെട്ടിലുണ്ട്. മുല്ലപ്പെരിയാർ 131 അടിയോളമാണ് ജലനിരപ്പ്. ഈ 2 അണക്കെട്ടിലേക്കും അതിശക്തമായ നീരൊഴുക്ക് തുടരുന്നുണ്ട്. ഒപ്പം ചെറുകിട അണക്കെട്ടുകളിലായാലും ശക്തമായ നീരൊഴുക്കാണ് ഉള്ളത്. എങ്കിലും അണക്കെട്ടുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അപ്പം കനത്ത മഴ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കനത്ത മഴ പെയ്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ നേരിയ തോതിൽ കുറവുണ്ടെങ്കിലും ഇടവിട്ട് മഴ ശക്തമായ സാഹചര്യമാണ് ഇടുക്കിയിലുള്ളത്. പ്രിൻസ് ജെയിംസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. അതാണ് ഇടുക്കിയിലെ ഒരു സാഹചര്യം. ഇനി തെക്കൻ കേരളത്തിലെ ഒരു സാഹചര്യം നമുക്ക് നോക്കാം. കൊല്ലത്ത് നിന്ന് വിനീഷ് നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കൊല്ലത്തൊക്കെ? നല്ല മഴയുണ്ടോ? ഗുഡ് മോർണിംഗ്. കൊല്ലത്ത് നല്ല മഴയാണ്. കഴിഞ്ഞ ദിവസവും നല്ല ശക്തമായ മഴയായിരുന്നു. രാത്രിയിലും ഇടവിട്ട് ശക്തമായ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യം, കൊല്ലത്തുള്ള തീരദേശ മേഖലയിലെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. കള്ളക്കടൽ പ്രതിഭാസമടക്കം ഉള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റ് ഇന്ന് രാത്രി 8:30 വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നൊരു നിർദ്ദേശമുണ്ട്. അപ്പോൾ ഈ കടലിൽ പോകുന്നവർ ചെറുവള്ളങ്ങളിലും ചെറുബോട്ടുകളിലുമായിട്ട് കടലിലൊക്കെ പോകുന്നവർ ജാഗ്രത പുലർത്തണം. ചെറുവള്ളങ്ങൾ പോകരുത് എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഇത് വള്ളങ്ങൾ സൂക്ഷിക്കുന്നതും അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം എന്നുള്ള വലിയ നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ബീച്ചിലേക്കുള്ള യാത്രകൾ, ഇറങ്ങിയുള്ള വിനോദങ്ങളെല്ലാം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. തീരദേശ മേഖലയിലും അതുപോലെ തന്നെ മലയോര മേഖലയിലും മഴ ശക്തി തുടരുന്നുണ്ട്. ഈ പള്ളിക്കലാറിന്റെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പള്ളിക്കലാറിന്റെ തീരദേശത്തുള്ളവർ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശവും ആണ് ഇപ്പോൾ അറിയുന്നത്. ആര്യ, അതാണ് കൊല്ലത്തെ ഒരു സാഹചര്യം. കൊല്ലത്തെ മാത്രമല്ല, തെക്കൻ കേരളത്തിൽ ഒട്ടുക ഇത്തരത്തിൽ അതിശക്തമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് ഒഴിച്ച് ബാക്കി എല്ലാ തെക്കൻ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മഴ മാത്രമല്ല, ഇപ്പോൾ വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാറ്റൊരു വലിയ വില്ലനായി മുന്നിൽ നിൽക്കുകയാണ്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കാം. ശബരിമലയിലെ വിവാദ ട്രാക്ടർ യാത്ര, ആ കേസ് തിങ്കളാഴ്ച വീണ്ടും ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ നടപടിക്ക് സാധ്യത. ട്രാക്ടർ യാത്രയിൽ അജിത്തിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. അജിത്തിന് വകതിരിവില്ലെന്നായിരുന്നു മന്ത്രി രാജന്റെ പരാമർശം. ട്രാക്ടർ യാത്രയിൽ അജിത്തിന്റെ മറുപടി തൃപ്തികരമല്ലെന്നും നടപടി വേണമെന്നുമായിരുന്നു സർക്കാരിന് DGP നൽകിയ റിപ്പോർട്ടിലെ പരാമർശം.
ഇന്നലെ നമ്മളെ എല്ലാം തേടിയെത്തിയ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് നേഘ എന്ന വീട്ടമ്മയുടെ ആത്മഹത്യ. പാലക്കാട് നേഘയുടെ മരണത്തിൽ ഭർത്താവ് പ്രദീപിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു പുതിയ അപ്ഡേറ്റ്. ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയാണ് കേസ്. തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ആലത്തൂർ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഭർത്താവ് പ്രദീപിനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. നേഘയുടെ സംസ്കാരം ഇന്ന് ഉച്ചയോടെ നടക്കും. ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു നേഘയെ. എല്ലാ ദിവസവും പ്രേക്ഷകരോട് പറയാറുള്ളതാണ് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പരയുമായി ബന്ധപ്പെട്ട ആ വാർത്ത. അതിന്റെ അന്വേഷണത്തിൽ അതിന് പിന്നാലെ തന്നെയാണ് ന്യൂസ് 18 കേരളവും ഉള്ളത് എന്നുള്ളത്. നമ്മൾ ഓരോ അപ്ഡേറ്റ്സും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അത്തരത്തിൽ വാർത്തകൾ നിരന്തരം നൽകുന്നതിന്റെ ഭാഗമായി അവിടെ വലിയ പ്രതിഷേധവും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് സർക്കാർ. ഈ അന്വേഷണ സംഘത്തിൽ വലിയ തൃപ്തി ഉണ്ടായിരുന്നു, വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രതിഷേധിക്കുന്നവർക്കും. അവിടെ സൗജന്യയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിക്കും ഒക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ അന്വേഷണവും ഇപ്പോൾ അവതാളത്തിലാവുകയാണോ എന്നുള്ള ആശങ്കയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഈ ധർമ്മസ്ഥലയിൽ എസ്ഐടിയുടെ അന്വേഷണം അനിശ്ചിതത്വത്തിൽ തുടരുന്നു എന്നതാണ് സാഹചര്യം. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ നിയോഗിച്ച സംഘത്തിൽ നിന്ന് DCP സൗമ്യലത ഇപ്പോൾ പിന്മാറിയിരിക്കുകയാണ്. പകരം രൂപ IPSനാണ് ചുമതല നൽകിയിട്ടുള്ളത്. 20 അംഗ സംഘത്തെ രൂപീകരിച്ചെങ്കിലും ധർമ്മസ്ഥലയിലെത്തി ഈ അന്വേഷണം തുടങ്ങുമെന്ന കാര്യത്തിൽ ഇതുവരെ എന്ന് അവരവിടെ എത്തി അന്വേഷണം തുടരും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ധർമ്മസ്ഥലയിൽ 100ഓളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം കൊന്നു കുഴിച്ചുമൂടിയെന്ന മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ നിയോഗിച്ച സംഘത്തിൽ ആശയക്കുഴപ്പം. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഒഴിഞ്ഞുമാറ്റമാണ് കേസന്വേഷണത്തെ അനിശ്ചിതത്വത്തിലാക്കുന്നത്. പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെ 3 ഉദ്യോഗസ്ഥർ താൽപര്യക്കുറവ് കാട്ടിയിരുന്നു. ഏറ്റവും ഒടുവിൽ DCP സൗമ്യലത ഇതിൽ നിന്നും ഒഴിവായി. രൂപ IPSനാണ് പകരം ചുമതല. DGPയുടെ മേൽനോട്ടത്തിൽ 20 അംഗ സംഘത്തെയാണ് കേസന്വേഷണത്തിനായി രൂപീകരിച്ചത്. സംഘം എന്ന് ധർമ്മസ്ഥലയിലെത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ബെൽത്തങ്ങാടിയിൽ ക്യാമ്പ് ഓഫീസ് തയ്യാറാക്കിയിട്ടുണ്ട്. മംഗളൂരുവിലായിരിക്കും സംഘം കേന്ദ്രീകരിക്കുക. ആദ്യഘട്ടത്തിൽ മുൻ ജീവനക്കാരന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തും. പിന്നീട് മാത്രമായിരിക്കും വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥലം മണ്ണ് നീക്കി പരിശോധന നടത്തുക. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെയും സംഘം കേൾക്കും. നേരത്തെ പോലീസ് പരാതി സ്വീകരിക്കാത്ത കേസ് ഫയലുകളും പരിശോധിക്കും. ഇതുകൂടാതെ കർണാടകയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത തിരോധാന കേസുകളും വിശദമായി അന്വേഷിക്കും. ഉദ്യോഗസ്ഥരുടെ പിന്മാറ്റം ഇനിയും ഉണ്ടായില്ലെങ്കിൽ 2 ദിവസത്തിനകം സംഘം ധർമ്മസ്ഥലയിലെത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഇതിനിടയിൽ മാധ്യമ നിയന്ത്രണം സംബന്ധിച്ച കേസ് ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് 18 ധർമ്മസ്ഥല. ഇന്ന് രാവിലെ നമ്മളെ തേടിയെത്തിയ അതീവ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു. തിരുവല്ലയിൽ ഒരു കാർ കുളത്തിൽ വീണ് അപകടം സംഭവിച്ചു. ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന വാർത്ത. തിരുവല്ല മന്നം കരച്ചിറയിലാണ് ഈ അപകടം ഉണ്ടായത്. കാരക്കൽ സ്വദേശി ജയകൃഷ്ണനാണ് മരിച്ചത്. കാർ നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിയുകയായിരുന്നു. ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശശിനാരായണൻ, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഇന്നലെ രാത്രി 11 മണിക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ കാർ ഇടിച്ചതിന് ശേഷമാണ് തൊട്ടടുത്ത ചിറയിൽ, അതായത് മന്നക്കര ചിറയിലാണ് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഒപ്പം സഞ്ചരിച്ച 3 പേര് ഉണ്ടായിരുന്നു. കാറിനകത്ത് 3 പേരാണ് ഉണ്ടായിരുന്നത്. തിരുവല്ല കാരക്കൽ സ്വദേശി ജയകൃഷ്ണൻ, 21 വയസ്സുള്ള ജയകൃഷ്ണനാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഒപ്പം ഉണ്ടായിരുന്ന അനന്തു IB എന്നിവരെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് കാറിൽ നിന്നും പുറത്തെടുത്താണ് ആശുപത്രിയിൽ എത്തിച്ചത്. വലിയൊരു അപകടമാണ് ഉണ്ടായത്. രാത്രിയിൽ നിയന്ത്രണം വിട്ട് ഈ കുളത്തിലേക്ക് കാർ വീഴുകയായിരുന്നു. രക്ഷാപ്രവർത്തനം നാട്ടുകാർ ഓടി ഉള്ള ജയകൃഷ്ണനൊക്കെ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും 3 പേരാണ് കാരണത്തിൽ ജയകൃഷ്ണൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തുടർന്നാണ് ഒപ്പം ജയകൃഷ്ണനോടൊപ്പം സഞ്ചരിച്ചിരുന്ന അനന്തു IB എന്നിവരെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തി. എന്തായാലും അനന്തുവിന് പരിക്കേറ്റുണ്ട്, IBക്ക് തലയ്ക്കും പരിക്കേറ്റുണ്ട്. എന്തായാലും അവർ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ്. ആര്യ, അപകടം ഈ നിയന്ത്രണം തെറ്റി ഈ കുളത്തിലേക്ക് മറിഞ്ഞു എന്നതാണ് അല്ലേ? തീർച്ചയായും. ഇപ്പോൾ വൈദ്യുതി പോസ്റ്റിൽ കാർ നിയന്ത്രണം വന്ന് ഇടിച്ചതിന് ശേഷം തൊട്ടടുത്ത കുളത്തിലേക്ക് മറിയുകയായിരുന്നു. അങ്ങനെയാണ് അപകടം ഉണ്ടായിരുന്നത്. കാറിൽ ഒരു 3 പേരാണ് ഉണ്ടായിരുന്നത്. ജയകൃഷ്ണനും അനന്തും IB എന്ന് പറയുന്ന 3 പേരാണ് ഉണ്ടായിരുന്നത്. 21 വയസ്സുള്ള ജയകൃഷ്ണനാണ് ഈ അപകടത്തിൽ മരണമടഞ്ഞത്. നാട്ടുകാർ ഈ അപകടം ഉണ്ടായ സമയം തന്നെ ഓടി അടുത്ത് വരികയും പക്ഷേ കുളത്തിൽ വീണ കാർ പുറത്തെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഫയർഫോഴ്സ് എത്തി കാർ പുറത്തെടുക്കുമ്പോഴത്തേക്ക് തന്നെ ജയകൃഷ്ണൻ മരിച്ചു. ഒപ്പം ഉണ്ടായിരുന്ന ഈ IB അതുപോലെ തന്നെ അനന്തു എന്നിവരെ
സംഭവ സ്ഥലത്ത് നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്കും പരിക്കേറ്റിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിലേക്കാണ് രണ്ടുപേരെയും മാറ്റിയിട്ടുള്ളത്. ആര്യ. യെസ്, ശശിനാരായണനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തിരുവല്ലയിലാണ് കാർ കുളത്തിൽ വീണ് ഒരാൾ മരിച്ചിരിക്കുന്നത്. ഈ അപകടം ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവിച്ചത്. തിരുവല്ല മന്നം കരച്ചിറയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. കാർ നിയന്ത്രണം തെറ്റി പോസ്റ്റിലിടിച്ച് കുളത്തിലേക്ക് വീഴുകയായിരുന്നു. 3 പേരാണ് ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരാൾ ആണ് മരിച്ചിരിക്കുന്നത്. കാരയ്ക്കൽ സ്വദേശി ജയകൃഷ്ണൻ 21 വയസ്സുകാരനാണ് ഈ അപകടത്തിൽ മരിച്ചത്. ശശിനാരായണനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കോഴിക്കോട് മണ്ണൂർ വളവിൽ മീൻ പിടിക്കുന്നതിനിടെ യുവാവ് പാറമ്മൽ പുഴയിൽ മുങ്ങി മരിച്ചു. മണ്ണൂർ വളവ് സ്വദേശി ശബരി മധുസൂദനാണ് മരിച്ചത്. മീൻ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അഗ്നിരക്ഷാ സേനയിലെ സ്കൂബ ടീം അംഗങ്ങളാണ് മൃതദേഹം കണ്ടെടുത്തത്. ഈ മുങ്ങിമരണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളിങ്ങനെ നിരന്തരം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അല്ലേ. ദിവസവും ഒരു മുങ്ങിമരണത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ദുരവസ്ഥ ഉണ്ട് എന്നത് തന്നെ പറയുന്നതിൽ തെറ്റില്ല. കണക്കുകളും അത്തരത്തിൽ തന്നെയാണ്. ഇന്ന് പറയാൻ കാരണം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ലോക മുങ്ങിമരണ നിവാരണ ദിവസമാണ്. അതായത് ഇത്തരത്തിലുള്ള മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ബോധവൽക്കരണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ദിവസം അത്തരത്തിൽ ആചരിച്ചു പോകുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ സാഹചര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും നമ്മൾ എടുക്കുകയാണെങ്കിൽ അഗ്നിരക്ഷാ സേനയുടെ കണക്കുകൾ പ്രകാരം മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ വർഷം 2023 കണക്ക് പ്രകാരം 1000-ലധികം മുങ്ങിമരണങ്ങളാണ് സംസ്ഥാനത്ത് ഒരു വർഷത്തിൽ മാത്രം ഉണ്ടായത്. 2024 കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. 2025 കണക്കുകൾ വന്നിട്ടില്ല. 2024 കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 917 പേരാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മുങ്ങി മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന ഒരു വലിയ കണക്കാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ബന്ധപ്പെട്ട അധികൃതരും അഗ്നിരക്ഷാ സേനയും ഒക്കെ പറയുന്ന ഒരു കാര്യം മുൻകരുതൽ എടുക്കുക എന്നതാണല്ലോ പ്രാഥമികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ അപകടം തോന്നുന്ന സ്ഥലത്തേക്ക് പോകാതിരിക്കുക, ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കുക. നീന്തൽ അറിയാം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പരിചയമില്ലാത്ത ജലാശയമാണെങ്കിൽ അവിടെ ഇറങ്ങാതിരിക്കുക. പ്രതികൂലമായ സാഹചര്യം കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അടിയൊഴുക്ക് പ്രതീക്ഷിക്കുക. കുളത്തിലേക്ക് നീന്തൽ അറിയാം അല്ലെങ്കിൽ പുഴയിലേക്ക് നീന്തൽ അറിയാം എന്നുണ്ടെങ്കിൽ പോലും ഇറങ്ങാതിരിക്കുക. കൂടുതലായി നമ്മുടെ കുട്ടികളെ അടക്കം നീന്തൽ പഠിപ്പിക്കുക, പരിശീലിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ മുങ്ങിമരണം ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൂടി പ്രേക്ഷകരൊന്ന് മനസ്സിലേക്ക് വെക്കുക. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. കാസർഗോഡ് ടാങ്കർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കാഞ്ഞങ്ങാട് സൗത്ത് മുതൽ അയിങ്ങൊത്ത് വരെ 3 വാർഡുകളിൽ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ കൊവ്വൽ സ്റ്റോറിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ സൗത്ത് മുതൽ അയിങ്ങൊത്ത് വരെ 18, 19, 26 വാർഡുകളിലാണ് അവധി. സ്കൂൾ, അംഗൻവാടി, വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഈ അവധി ബാധകമാണ്. സൗത്ത് മുതൽ പടന്നക്കാട് വരെയുള്ള ദേശീയപാത വഴിയുള്ള ഗതാഗതവും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. KV ബൈജു കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഈ ടാങ്കർ ലോറി മറിഞ്ഞുണ്ടായ ഈ അപകട സാധ്യത അത് എത്രത്തോളം കുറയ്ക്കാനായിട്ടുണ്ട്, എന്താണ് വിശദാംശം? ആര്യ, അപകട സാധ്യതയില്ല, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ടാങ്കർ ഏതെങ്കിലും തരത്തിൽ വാതക ചോർച്ചയില്ല എന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇതിൽ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗത്ത് മുതൽ അയിങ്ങോത്ത് വരെയുള്ള 18, 19, 26 വാർഡുകളിലാണ്. ഇത് കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലാണ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. സർവീസ് റോഡിൽ നിന്നും ഈ ടാങ്കർ ലോറി താഴേക്ക് പതിക്കുകയായിരുന്നു. എന്തായാലും അപകട സാധ്യതയൊന്നുമില്ല. 9 മണി മുതലാണ് ഗതാഗത നിയന്ത്രണമുള്ളത്. അതായത് പടന്നക്കാട് വരെയുള്ള സൗത്ത് മുതൽ പടന്നക്കാട് വരെയുള്ള ദേശീയപാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും ഈ സമയങ്ങളിൽ നിരോധിക്കും. ഈ ടാങ്കർ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഉള്ളത്. അതുകൂടാതെ ഈ സമീപത്തെ വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനോ മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കാനോ പാടില്ല എന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ അപകടം നടന്ന സ്ഥലത്ത് വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെ പൊതുജനങ്ങൾക്കുള്ള പ്രവേശനവും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ തന്നെ ഈ ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. ടാങ്കർ സുരക്ഷിതമായി ഉയർത്തുന്നവരെ ഈ നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഏതായാലും ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, വാതക ചോർച്ചയില്ല.
എങ്കിലും ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നത്. 3 വാർഡുകളിലാണ് പ്രാദേശിക അവധിയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആര്യ, കെ വി ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നത് ആശ്വാസം തന്നെ. കൊച്ചിയിൽ പെരുകുന്ന സൈബർ കുറ്റകൃത്യങ്ങൾ തടയിടാൻ സൈബർ ഡിവിഷന്റെ സ്പെഷ്യൽ ഡ്രൈവ്. ബാങ്ക് OTPയിൽ തുടങ്ങി ഡിജിറ്റൽ അറസ്റ്റ്, ഡാർക്ക് വെബ്, പരിവാഹൻ ആപ്പ്, ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പുകൾ തുടങ്ങി തട്ടിപ്പിന്റെ പുതിയ ഇടങ്ങൾ, അതിന്റെ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. ദിനംപ്രതി തട്ടിപ്പിന്റെ രീതികൾ മാറുകയാണ്. അതിനെ അതിജീവിക്കാൻ നമ്മുടെ സൈബർ കാവൽക്കാർ ശക്തരാണോ? സൈബർ തട്ടിപ്പുകളെ അതിജീവിക്കാൻ പോലീസിന്റെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ന്യൂസ് 18നോട് സംസാരിക്കുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ആൾക്കാർ 1-2 മോഡസ് ഓപ്പറാൻഡി ഉണ്ടെങ്കിൽ അത് മാത്രമേ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കുറ്റവാളികളെല്ലാം പുതിയ പുതിയ പദ്ധതികളോടാണ് ആൾക്കാരിൽ അടുത്തേക്ക് എത്തുന്നത്. ഇപ്പം നമ്മൾ ഈ പരിവാഹൻ ആപ്പ് എന്ന ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് കുറേ കേസുകൾ പല സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കുറ്റവാളികളെ പിടിക്കുമ്പോൾ നമ്മൾ കണ്ടത് ശരിക്കും പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസിനെ അവർ ഫേക്കായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ആൾക്കാർ അടുത്തേക്ക് മെസ്സേജ് അയക്കുകയും ആൾക്കാർ അതിൽ എന്തെങ്കിലും റെസ്പോണ്ട് ആവുന്നുണ്ടെങ്കിൽ അവരെ തട്ടിക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. സോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെനവർ അപ്പോൾ പുതിയ അറിയാത്ത സോഴ്സിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ഉടൻ തന്നെ റെസ്പോണ്ട് ചെയ്യേണ്ട എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പല രീതിയിൽ നമ്മളടുത്തേക്ക് വരും. നമ്മൾ ഇതൊരു വിദ്യാഭ്യാസമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ് അവർ നമ്മളടുത്തേക്ക് ചെല്ലുന്നത്. സോ അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തത് നമ്മൾ കണ്ടതിപ്പോൾ പുതിയ ഇത് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോഡുകളാണ്. അപ്പോൾ ആൾക്കാർ വന്ന് പറയും, നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്താൽ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒത്തിരി നല്ല റിട്ടേൺസ് തരുമെന്നതാണ്. പക്ഷേ അത് നമ്മൾ ആൾക്കാർ ആരാണ്? അവിടെ നമ്മൾ കണ്ടത് കോടിക്കണക്കിന് രൂപയാണ് ആൾ ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെബിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫേംസ് ഉണ്ട്. അത് രജിസ്റ്റേർഡ് ആണോ അല്ലോ എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രമേ അതിനകത്ത് പൈസ ഇടാൻ പാടുള്ളൂ. രണ്ടാമത്തത്, അങ്ങനത്തെ എന്തെങ്കിലും സ്ഥാപനം ഉണ്ടെങ്കിൽ പൈസ കൊടുക്കുന്നത് മുമ്പ്, ട്രാൻസ്ഫർ ചെയ്യുന്നത് മുമ്പ് അവർ ഫിസിക്കലായിട്ടെങ്കിലും കാണണം. നമ്മളൊരു 10, 30 ലക്ഷം, 40 ലക്ഷം പൈസ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അവരെ പോയി ഫിസിക്കലായിട്ട് കാണുക എന്നത് മിനിമം നമ്മൾ ചെയ്യേണ്ട പ്രിക്കോഷനാണ്, എടുക്കേണ്ട പ്രിക്കോഷനാണ്. അപ്പോൾ അങ്ങനെ പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത്. മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ, പാലക്കാട് തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണം ഇഴയുന്നതായി പരാതി. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും തട്ടിപ്പിന് ഇരയായവരുടെ പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകാത്തതിൽ പരാതിക്കാർ തൃത്താല പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചു. ഞാങ്ങാട്ടിരി മാട്ടായയിൽ പ്രവർത്തിക്കുന്ന തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലാണ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടുകളും നടന്നതായി ആരോപണം ഉയർന്നത്. CPMന്റെ നിയന്ത്രണത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ ഞങ്ങളത് സംസാരിച്ചു. അടിയന്തരമായി തന്നെ ഈ മുഴുവൻ പരാതിക്കാരിൽ നിന്നും പരാതി സ്വീകരിച്ച് FIR ഇടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടുണ്ടാവും എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ നടപടികളും നടന്നിട്ടില്ല. AR ഓഫീസുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് ഒന്നും തന്നെ ഇതുവരെ സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ ആ നിലയിലുള്ള അന്വേഷണം അലംഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തുടർന്നും ശക്തമായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏതായാലും പോലീസിന് ഞങ്ങൾ ഒരവസരം നൽകുകയാണ്. എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണമെന്ന് ഒരിക്കൽ കൂടി ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. പാലക്കാട് മണ്ണാർക്കാട് നജാത്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിൽ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികളായ 4 പേർക്കെതിരെയാണ് കേസ്. മുഹമ്മദ് സലാം, മുഹമ്മദ് ഇജാൽ, അതുൽ സമാൻ, സൽമാൻ എന്നിവർക്കെതിരെയാണ് കേസ്. കോളേജിലെ കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെയും സംഘം ചേർന്ന് മർദ്ദിച്ചതിന് കേസുണ്ട്.
3 പേരെ കോളേജ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഷർട്ടിന്റെ മുകളിലത്തെ ബട്ടൺസ് ഇടാൻ പറഞ്ഞുകൊണ്ട് ബുധനാഴ്ച സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചെന്നാണ് മിൻഹാജിന്റെ പരാതി. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് എത്തും മുമ്പ് ഒരു ചെറിയ ഇടവേള. വാർത്തകളിലേക്ക് എത്തുമ്പോൾ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം 6 മാസത്തേക്ക് കൂടി നീട്ടും. ഇത് സംബന്ധിച്ച പ്രമേയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഓഗസ്റ്റ് 13 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. വംശീയ കലാപം പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്ന ആരോപണം ഉയർന്നതോടെ മണിപ്പൂരിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. മുഖ്യമന്ത്രി ബീരേൻ സിംഗ് രാജിവെച്ചതിന് പിന്നാലെയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത്. 2023 മെയ്യിലാണ് മെയ്തി, കുക്കി വിഭാഗങ്ങൾ തമ്മിൽ കലാപം തുടങ്ങിയത്. പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുമെന്ന് ഫ്രാൻസ്. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഫ്രാൻസ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ മറ്റ് പോംവഴികളില്ലെന്നാണ് മാക്രോണിന്റെ പ്രതികരണം. ഹമാസിനെ നിരായുധീകരിക്കുകയും ഗാസയെ പുനർനിർമ്മിക്കുകയും വേണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് എക്സിൽ കുറിച്ചു. ഇസ്രയേലിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ പലസ്തീൻ രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്നും മാക്രോൺ പറഞ്ഞു. ഫിഡെ ലോക ചെസ് വനിതാ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്. ഫിഡെ ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ ഇതുവരെ വനിതാ ഫൈനലിൽ എത്തിയിട്ടില്ല. എന്നാൽ ഇത്തവണ രാജ്യത്തിന് ഇരട്ടി മധുരമാണ്. ആദ്യം ഫൈനലിൽ എത്തി ചരിത്രം കുറിച്ചത് 19-കാരിയായ ദിവ്യ ദേശ്മുഖാണ്. മണിക്കൂറുകളുടെ മാത്രം വ്യത്യാസത്തിൽ മറ്റൊരു ചരിത്രം കുറിച്ച് ചൈനയുടെ ലേയ് ടിങ്ജിയെ തോൽപ്പിച്ച് 38-കാരിയായ കൊനേറു ഹംപിയും ഫൈനലിൽ എത്തി. ഇരുവരും ശനിയാഴ്ച ജോർജിയയിലെ ബാട്ടുമിയിൽ പടവെട്ടും. മരണഭീതി സൃഷ്ടിച്ച് പട്ടാമ്പി നഗരത്തിൽ റോഡിലെ കുഴികൾ. കഴിഞ്ഞ ദിവസം റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരനെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് രക്ഷിക്കുകയായിരുന്നു. റോഡിലെ കുഴികളിൽ ഹൈക്കോടതി തുടർച്ചയായി വിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഈ അപകടസ്ഥിതി തുടരുന്നത് പല മേഖലകളിലും. ഏതു സമയവും ജീവൻ പോലും നഷ്ടമായേക്കാമെന്ന സ്ഥിതിയിലാണ് പട്ടാമ്പി നഗരത്തിലൂടെയുള്ള വാഹനങ്ങളുടെ സഞ്ചാരം. കഴിഞ്ഞ ദിവസം രാവിലെ 2 ഇടങ്ങളിലായാണ് ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീണത്. അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ബൈക്ക് യാത്രക്കാരൻ രക്ഷപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് കുഴിയിൽ വീണ ബൈക്ക് യാത്രികന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി മരണം സംഭവിച്ചിരുന്നു. യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ദുരിതം, വ്യാപാരികൾക്ക് വലിയ ദുരിതം, രാവിലെ സ്കൂളിലേക്കും ഓഫീസിലേക്കും പോകുന്ന, ആശുപത്രികളിലേക്ക് പോകുന്ന ആളുകളൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നേ പറയാനുള്ളൂ, ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള ശുപാർശകളും അഭ്യർത്ഥനകളും ഒക്കെ മാറിക്കൊണ്ട് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് ഈ പട്ടാമ്പിയിലെ ഈ ഒരു ടൗണ് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കുഴികൾ കാരണം മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. കടവൂർ റോഡ് മുതൽ ഈ കൽപ്പക സ്ട്രീറ്റ് വരെ എത്തണമെങ്കിൽ അരമണിക്കൂർ ഈ കുണ്ടിലും വണ്ടി ഇറങ്ങി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വെള്ളത്തിൽ വെച്ചിട്ട് ഇറക്കിയിട്ട് കുണ്ടിൽ വീഴാൻ പോയി. ഭയങ്കര രീതിയിലുള്ള അപകടങ്ങൾ അദ്ദേഹത്തിന് പറ്റിയിരുന്നു. തലനായിരിക്ക അദ്ദേഹം രക്ഷപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള അധികാരികളൊന്നും ഇത് കാണാതെ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ കാണേണ്ടി വരുമെന്നാണ് പറയാനുള്ളത്. നഗരത്തിൽ കൽപ്പക ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെ വൻ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ന്യൂസ് 18 പട്ടാമ്പി. റോഡ് ഏതാ കുഴി ഏതാ എന്നറിയാതെ വർഷങ്ങളായി ദുരിതയാത്ര നടത്തുകയാണ് പാലക്കാട് കൊപ്പം പഞ്ചായത്തിലെ മണ്ണങ്ങോട് പ്രഭാപുരം നിവാസികളും. മഴ പെയ്തതോടെ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ്. പദ്ധതികൾ വെക്കുകയും ഫണ്ട് അനുവദിക്കുകയും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും റോഡ് നേരെയാക്കുക മാത്രം സംഭവിക്കുന്നില്ല. വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും പട്ടാമ്പി കൊപ്പം മണ്ണേങ്ങോട് പ്രഭാപുരം പാതയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരമില്ല. ദുരിതയാത്ര നടത്തുകയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പേർ. പല ഭാഗത്തും റോഡില്ലാത്ത അവസ്ഥ. പകരം വലിയ കല്ലുകളും കുണ്ടും കുഴികളും മാത്രം. മഴ പെയ്താൽ ബെല്ലർജിൻ്റെ ശക്തമായ ഒഴുക്ക് കാരണം ചെളിക്കെട്ടും രൂപം കൊള്ളുന്നുണ്ട്. 5 കിലോമീറ്റർ വരുന്ന പാതയാണ് തകർന്നത്. പ്രഭാപുരത്ത് നിന്ന് കൊപ്പത്തേക്ക് എത്തിപ്പെടാനുള്ള എളുപ്പവഴി കൂടിയാണ് ഇത്. നിലവിൽ റോഡിൻ്റെ തകർച്ച മൂലം വാഹനങ്ങളും തകരുന്നതായി യാത്രക്കാർ പറയുന്നു.
റോഡ് തകർന്നതോടെ കാൽനടയാത്രയും ദുസ്സഹമായി. വാഹനങ്ങൾ പോകുമ്പോൾ കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളി തെറിക്കുന്നതും പതിവായി. റോഡ് തകർച്ച കാരണം ഓട്ടോറിക്ഷകളും വരാൻ മടിക്കുന്നു. അഴുക്കുചാൽ സംവിധാനം കാര്യക്ഷമമല്ലാത്തതും വെള്ളക്കെട്ടിന് കാരണമാകുന്നു. കുഴികളിൽ വീണുള്ള അപകടങ്ങളും ഇവിടെ പതിവാണ്. പലതവണ ലക്ഷങ്ങൾ ചിലവാക്കി അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ഇവയൊന്നും അധികകാലം നീണ്ടു നിൽക്കാറില്ല. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയിലേക്ക് വരുന്ന വലിയ ടോറസ് വാഹനങ്ങളുടെ ഓട്ടവും പാതയുടെ തകർച്ച രൂക്ഷമാക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. നിലവിൽ സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ തകർന്ന റോഡിലേക്ക് ഇറങ്ങാൻ തന്നെ ആളുകൾക്ക് മടിയാണ്. പാതയുടെ ശോചനീയാവസ്ഥ മൂലം കിലോമീറ്ററുകൾ ചുറ്റിയാണ് പലരും കൊപ്പം ടൗണിലെത്തുന്നത്. പാതയുടെ നവീകരണത്തിന് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് കാണിച്ച് പ്രദേശത്ത് ഫ്ലെക്സ് ബോർഡ് അടക്കം സ്ഥാപിച്ചെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പ്രവൃത്തിയും ഇവിടെ നടപ്പാക്കിയിട്ടില്ല. പാത വേഗത്തിൽ നവീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. ന്യൂസ് 18 പാലക്കാട്. യാത്രക്കാരെ വലച്ച് പട്ടാമ്പി വാടാനംകുറിശി മേൽപ്പാല നിർമ്മാണം. 10 ദിവസം ഗതാഗതം നിരോധിച്ച് നിർമ്മാണം നടത്തിയിട്ടും പകുതി പോലും പൂർത്തിയായില്ലെന്ന് ആക്ഷേപമുയരുകയാണ്. റോഡ് തുറന്നു നൽകാതായതോടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഏറെ തിരക്കുള്ള പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിലാണ് വാടാനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച് 4 വർഷമായിട്ടും പാലം പണി ഇപ്പോഴും പാതി വഴിയിലാണ്. തുടർച്ചയായി റോഡടച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഞായറാഴ്ച വരെ 10 ദിവസം ഗതാഗതം നിരോധിച്ച് പ്രവൃത്തികൾ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ യാതൊരു പുരോഗതിയുമില്ലെന്നാണ് ആക്ഷേപം. റോഡ് തുറന്നെന്ന് കരുതി കിലോമീറ്ററുകൾ സഞ്ചരിച്ചെത്തിയവർ പാതി വഴിയിൽ കുടുങ്ങി. ഇതോടെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. ആവശ്യത്തിന് തൊഴിലാളികൾ ഇല്ലാതെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. റീറ്റെയിനിങ് വാളിന്റെയും സർവീസ് റോഡിന്റെയും പണിയാകട്ടെ പാതി വഴിയിലും. ഇപ്പോഴും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക എന്നുള്ള സമീപനം മാത്രമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങളിലും 1, 2 അല്ലെങ്കിൽ 3, 4 പണിക്കാരെ വെച്ചിട്ടാണ് ഇവിടെ ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇനി ഇവിടെ ഒരു തീരുമാനമാകുന്നത് വരെ യൂത്ത് കോൺഗ്രസും ഇതിന് പിന്നോട്ടില്ല. ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ചടക്കം ഞങ്ങൾ സംഘടിപ്പിക്കും. കാരണം ഇതിന്റെ ബുദ്ധിമുട്ട് ഈ പട്ടാമ്പിയുടെ MLAയും അറിയണം. മഴ കാരണമാണ് ജോലികൾ വൈകുന്നത് എന്നാണ് അധികൃതരുടെ വിശദീകരണം. പ്രതിഷേധവുമായി രംഗത്തെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പണി നിർത്തിവെപ്പിച്ചു. തുടക്കത്തിൽ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ല. പണി നിർത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരും ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തി. ഉടൻ തന്നെ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും യാത്ര ചെയ്യാൻ സൗകര്യമൊരുക്കുമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ന്യൂസ് 18 പാലക്കാട്. ഏത് സമയവും നിലം പൊത്താറായ അവസ്ഥയിലാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മതിൽ. അപകടം ഉണ്ടാകും വരെ കാത്തിരിക്കാതെ ആശുപത്രിയിൽ എത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. താലൂക്ക് ആശുപത്രിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിലാണിത്. വിള്ളൽ വീണ് നിലം പതിക്കാറായ അവസ്ഥ. പല ഭാഗവും ബലക്ഷയം മൂലം ചരിഞ്ഞിട്ടുണ്ട്. മഴ ശക്തമായി പെയ്യുമ്പോൾ മതിലിനുള്ളിലേക്ക് വെള്ളമിറങ്ങും. ഇതോടെ മതിൽ കുതിർന്നു. താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവർ ഇവിടേക്ക് വരാറേയില്ല. എന്നാൽ മതിലിന് പടിഞ്ഞാറ് ഭാഗത്ത് സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. അവിടേക്കുള്ള വഴിയിലേക്കാണ് മതിൽ ചാഞ്ഞു നിൽക്കുന്നത്. എപ്പോഴും ആൾ സഞ്ചാരമുള്ള വഴി കൂടിയാണിത്. മതിലിടിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തെ സ്വകാര്യ വഴിയിലേക്കാണ് വീഴുക. കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മതിലാണിത്. ഇത് തീർത്തും ഒരു ജീർണാവസ്ഥയിലിരിക്കുകയാണ്. ഇതുവഴി ആളുകൾ നടന്നു പോകുന്ന ഒരു വഴിയാണ്. കാരണം അപ്പുറത്ത് സ്കാനിങ് സെന്റർ ഉണ്ട്. കൂടുതൽ രോഗികളും മറ്റ് ആംബുലൻസും മറ്റും പോകുന്ന ഒരു വഴി കൂടാണിത്. അപ്പം നമ്മൾ തൊട്ടടുത്തൊരു കടയുണ്ട്. കടയിലും കസ്റ്റമേഴ്സൊക്കെ വരുന്നതാണ്. തീർത്തും ഇവർക്കൊരു പരാതി കൊടുത്തിട്ട് ഇത്ര നാളായിട്ടും നടപടി ഇതുവരെയും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനുവേണ്ടി ഒരു നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏത് സമയത്ത് എന്തും സംഭവിക്കാനായി ഈ മതിൽ ഒരുപാട് ചാഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ദയവായി എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ കാര്യത്തെ നിർമ്മിക്കണം. പിന്നെ 2-3 തെങ്ങ് നിൽപ്പുണ്ട്. ഏത് സമയത്തും അത് കാറ്റടിച്ചു കഴിഞ്ഞാൽ 11 ലൈനും പോകും. നമ്മളെ കൊണ്ട് പറ്റുന്ന സെക്യൂരിറ്റിയാ ഓടേണ്ട ഗതികേടാ വന്നിരിക്കും. അപകടാവസ്ഥയിലുള്ള മതിൽ പൊളിച്ചു പണിയാൻ താലൂക്ക് ആശുപത്രി അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കായംകുളം. ശോചനീയാവസ്ഥയിലാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തങ്കയം അംഗൻവാടി. അംഗൻവാടിയോട് ചേർന്ന് കിടക്കുന്ന പഴയ കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം പതിച്ചേക്കാം എന്ന നിലയിലാണ്. തകർന്നു തുടങ്ങിയ പഴയ ബാലവാടി കെട്ടിടത്തോട് ചേർന്നാണ് നിലവിലെ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. 2000-ൽ പൂർത്തിയാക്കിയ കെട്ടിടം 25 വർഷം പിന്നിടുമ്പോൾ ആകെ ചോർന്നൊലിക്കുന്ന സ്ഥിതിയാണ്. മഴ പെയ്താൽ 4 ഭാഗവും വെള്ളം നിറയുന്ന അംഗൻവാടിയിൽ
കുട്ടികളെ പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾക്കും മടി. കഴിഞ്ഞ വർഷം 14 കുട്ടികൾ ഉണ്ടായിരുന്ന ഇവിടെ ഇത്തവണ 5 പേർ മാത്രമാണ് പ്രവേശനം നേടിയത്. ഈ കുട്ടികളും ചുറ്റുപാടുമുള്ള വെള്ളക്കെട്ടും കെട്ടിടത്തിലെ ചോർച്ചയും കാരണം മിക്ക ദിവസങ്ങളിലും അംഗൻവാടിയിലേക്ക് വരാറുമില്ല. അംഗൻവാടിയുമായി ചുമര് പങ്കിടുന്ന പഴയ കെട്ടിടം ഏതു നേരവും തകർന്നു വീണേക്കാമെന്ന സ്ഥിതിയിലുമാണ്. മഴക്കാലത്ത് ശുചിമുറിയും ഉപയോഗിക്കാൻ പറ്റാതെയാകും. 50 വർഷം മുമ്പേ നിർമ്മിച്ച കെട്ടിടം ഇത്, നീലീശ്വരം ബ്ലോക്ക് പഞ്ചായത്ത്. ഇതിപ്പോൾ തകർന്ന് വീഴുന്ന കുട്ടികളെ മേക്കാന്ന് വീഴുന്നു. ഇതിന് മേലെ ഇല്ലത് മരങ്ങളാണ് ആ ഭാഗത്ത്. ഈ പുതിയ പോകുന്ന വഴിയായി ഇത്. കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റില്ല. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അപകടം സംഭവിച്ചാൽ മാത്രമേ അധികൃതർ കണ്ണു തുറക്കുള്ളൂ. ഒരുപാട് പരാതി നമ്മൾ കൊടുത്തു, ഒരാളും അനങ്ങുന്നില്ല. മരിച്ചു കഴിഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് ബാലാവകാശ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ടും ഇതിൽ വേണ്ട നടപടി സ്വീകരിക്കണം. പഴയ പാലവാടി കെട്ടിടം ഉണ്ട്, അതാണെങ്കിൽ വളരെ ശോചനീയാവസ്ഥയിലായില്ല. ഏത് സമയവും അതിൻ്റെ ഓടും കല്ലും എല്ലാം വീണ ഒരവസ്ഥയിലായില്ലത്. പാമ്പ്, നായി എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. അതിന് തൊട്ട് മുട്ടിയാണ് നമ്മൾ അംഗൻവാടി വരുന്നത്, തൊട്ട് ചുമര തന്നെ. അപ്പോൾ പിന്നെ മുൻഭാഗമാണെങ്കിൽ ഒരുപാട് വെള്ളക്കെട്ടുണ്ട്. പിന്നെ മതിലാണെങ്കിൽ പൊളിഞ്ഞ അവസ്ഥയിൽ, ഓട് വീഴുന്ന അവസ്ഥയിൽ. അതുമാത്രമല്ല വെള്ളം മുമ്പിൽ കെട്ടി നിന്നിട്ട് നമുക്ക് ടോയ്ലറ്റ് ബ്ലോക്ക് ആയിട്ടില്ലേ. ചോർച്ച കാരണം കെട്ടിടത്തിനകത്ത് വഴുതി വീഴാതിരിക്കാൻ തുണിയും ചാക്കും വിരിച്ചാണ് ജീവനക്കാർ നടക്കുന്നത്. കെട്ടിടത്തിന് ഭീഷണിയായിരുന്ന വലിയ മരം മുറിച്ചു മാറ്റിയിട്ടും വിൽപ്പന നടക്കാതെ കോമ്പൗണ്ടിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. വളരെ ശോച്യാവസ്ഥയിലാണ് ആ കെട്ടിടമുള്ളത്. നമുക്ക് കാഴ്ചയിൽ തന്നെ അത് വ്യക്തമാകുന്ന കാര്യമാണ്. ഏത് സമയവും നിലം പൊത്താമെന്ന അവസ്ഥയിലാണ്. ചെറിയ മക്കൾ വരുന്ന ഒരു സ്ഥാപനത്തിനാണ് ഇത്രത്തോളം വലിയൊരു അനാസ്ഥ അധികൃതർ കാണിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ചർച്ച നടത്തിയിട്ടോ ധനസഹായം നൽകിയിട്ടോ ഒന്നും കാര്യമില്ല. ആ റിപ്പോർട്ടിൽ ഒരു നാട്ടുകാരൻ ചേട്ടൻ പ്രതികരിച്ചതുപോലെ തന്നെ അതിനു മുൻപ് ചെയ്യാൻ കഴിയുന്നത്, അത്തരത്തിലൊരു അപകടം ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതാണല്ലോ ചെയ്യേണ്ടത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഒരു അപകട വാർത്തയാണ് ഇടുക്കി വാഗമണിൽ നിന്ന് വരുന്നത്. വാഗമണിൽ വിനോദസഞ്ചാരി കൊക്കയിൽ വീണു മരിച്ചു. എറണാകുളം സ്വദേശി തോബിയാസ് ആണ് മരിച്ചത്. വാഗമൺ റോഡിലെ ചാത്തൻപാറയിൽ ഇറങ്ങുന്നതിനിടെ കാൽ വഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂലമറ്റം, തൊടുപുഴ ഫയർ സ്റ്റേഷനുകളിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയായിരുന്നു. കോടമഞ്ഞായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് മൃതദേഹം പുറത്തെടുത്തത്. PA സാഗർ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. സാഗർ, ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഇടുക്കി വാഗമണ്ണിൽ ഉണ്ടായത്. വാഗമണ്ണിന് സമീപമാണ് എറണാകുളത്ത് നിന്നെത്തിയ തോബിയാസ് എന്ന വിനോദസഞ്ചാരി കൊക്കയിൽ വീണ് മരിച്ചത്. ഈ കാഞ്ഞാർ പുള്ളിക്കാനം വാഗമൺ റോഡിലെ ചാത്തൻപാറ എന്നിടത്ത് നിന്നും കാൽ വഴുതിയാണ് തോബിയാസ് താഴേക്ക് വീണത്. നമുക്കറിയാം, ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെ ഒട്ടാകെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ മഴയിലാണ് ഈ പാറ ഉൾപ്പെടെ വഴുതി ഇരിക്കുകയായിരുന്നു. ഇവിടെ നിന്നാണ് തോബിയാസ് താഴേക്ക് വീണത്. 100 കണക്കിനടി താഴ്ചയുള്ള കൊക്കയാണ് ചാത്തൻപാറയിലേത്. ഇവിടേക്ക് ഇറങ്ങുന്നതിനിടെയാണ് കാൽവഴുതി കൊക്കയിൽ വീണത്. ഈ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂലമറ്റം, തൊടുപുഴ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എന്നാൽ കോടമഞ്ഞും മഴയും ആയതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. തുടർന്ന് വടം ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച്, അസ്കാലേറ്റ് ഉൾപ്പെടെ സ്ഥാപിച്ച് മണിക്കൂറുകൾ നീണ്ട സാഹസിക ശ്രമത്തിനൊടുവിലാണ് മൃതദേഹം രാത്രിയോടെ തന്നെ പുറത്തെടുത്തത്. നിലവിൽ ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ മൃതദേഹം മാറ്റിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ആര്യ, സാഗർ, ഈ രാത്രിയിൽ ഇവർ ഈ കൊക്കയിലേക്ക് ആ ഒരു പ്രദേശത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് ചോദിക്കുകയാണ്. ട്രക്കിംഗ് ടീം ആയിരുന്നു, എന്തായിരുന്നു ഈ രാത്രിയിൽ അവിടേക്ക് ഇവരെത്താനുണ്ടായ ഒരു സാഹചര്യം? അതേക്കുറിച്ച് വിവരമുണ്ടോ? തീർച്ചയായും ഈ ഇടുക്കി ജില്ലയിലേക്ക് ഒരു വിനോദസഞ്ചാരത്തിന് എത്തിയതായി മാത്രമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ തോബിയാസ് അടങ്ങുന്ന ഒരു സംഘമാണ് വാഗമൺ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്നലെ അവധി കൂടിയായിരുന്നു. അതിനാൽ തന്നെ വിനോദസഞ്ചാരത്തിനായി എത്തിയതാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനിടയിലാണ് ഇവർ ഈ കാഞ്ഞാർ പുള്ളിക്കാനം, അതായത് തൊടുപുഴയിൽ നിന്ന് പോകുന്ന വഴിയാണ്. ആ വാഗമൺ റോഡിലെ ചാത്തൻപാറയിൽ നിന്ന് ഇവർ കാഴ്ചകൾ ആസ്വദിക്കുകയായിരുന്നു. രാത്രി തിരികെ വരുന്ന വഴിയാണെന്നാണ് ഇവർ പറഞ്ഞത്. ആ ഇറങ്ങി നിന്ന് ഈ ചാത്തൻപാറയിൽ നിന്ന്
ദൂരക്കാഴ്ചകൾ അവിടെ നിന്ന് ലഭ്യമാണ്. അവിടെ നിന്ന സമയത്താണ് ഈ കാൽ വഴുതി തോബിയാസ് താഴേക്ക് വീണതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. എന്തായാലും അപകടം നടന്ന ഉടൻ തന്നെ തൊടുപുഴയിൽ നിന്ന് ഉൾപ്പെടെ തൊടുപുഴ മൂലമറ്റ സ്റ്റേഷനുകളിൽ നിന്ന് ഫയർഫോഴ്സും കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ഈ ഒരുപാട് താഴ്ചയുള്ള ഒരു പ്രദേശമാണ് ഇവിടം. 100 അടിയിലേറെ താഴ്ചയുണ്ടെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അവിടേക്ക് ഇറങ്ങുക എന്നൊരു ദുഷ്കരപരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഏറെ സാഹസമായി ഈ വടം കെട്ടി ഉൾപ്പെടെ താഴേക്ക് ഇറങ്ങുന്നവരും എല്ലാം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അത്തരത്തിൽ സാഹസ്യമായി ഈ താഴെ ഇറങ്ങിയാണ് മൃതദേഹം പുറത്തെടുത്തത്. എന്തായാലും ഈ വിനോദസഞ്ചാരത്തിനായി എത്തിയതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആര്യ. യെസ്, PS സാഗറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇടുക്കി വാഗമണ്ണിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരി കൊക്കയിൽ വീണു മരിച്ചു. എറണാകുളം സ്വദേശി തോബിയാസ് ആണ് മരിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ അപകടം. വാഗമൺ റോഡിലെ ചാത്തൻപാറയിൽ ഇറങ്ങുന്നതിനിടെ കാൽ വഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ തായ്ലൻഡ് കംബോഡിയ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇതുവരെ 14 പേർ കൊല്ലപ്പെട്ടു. ഇരു രാജ്യങ്ങളും ആക്രമണം അവസാനിപ്പിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. കാർത്തിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, സംഘർഷം ഇങ്ങനെ രൂക്ഷമായി തുടരുന്ന സാഹചര്യം, വിശദാംശങ്ങൾ. തായ്ലൻഡ് കംബോഡിയ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. ഇന്നലെയാണ് ഏറ്റവും രൂക്ഷമായ ആക്രമണം ഉണ്ടായത്. ഇരു രാജ്യങ്ങളും പരസ്പരം ഷെല്ലാക്രമണവും വ്യോമാക്രമണവും നടത്തുകയായിരുന്നു. ഏതാണ്ട് 14 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ കൂടുതൽ പേരും സിവിലിയൻസ് ആണ് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ പശ്ചാത്തലത്തിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അന്റോണിയോ ഗുട്ടറസ് ഇരു രാജ്യങ്ങളുടെയും തലവന്മാരുമായി സംസാരിച്ചു. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നും സംഘർഷം ഒഴിവാക്കണമെന്നും സമവായത്തിലൂടെ ചർച്ചകളിലൂടെ നിലവിലെ സാഹചര്യങ്ങൾ ലഘൂകരിക്കാൻ ശ്രമങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നിലവിലെ സംഘർഷങ്ങൾ ഉടനൊന്നും അയയാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇരു രാജ്യങ്ങളും അവരുടെ എല്ലാ അതിർത്തികളും അടച്ചു. അതോടൊപ്പം തന്നെ നയതന്ത്ര പ്രതിനിധികളെ പരസ്പരം പിൻവലിക്കുന്ന ഒരു സാഹചര്യം വരെയുണ്ട്. അംബാസഡർമാരെ തിരിച്ചു വിളിച്ചിരുന്നു. ഇതടക്കം കാര്യങ്ങൾ രൂക്ഷമായി തുടരുകയാണ്. ഇരു രാജ്യങ്ങളും ഏതാണ്ട് 817 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലാണ്. ഈ സ്ഥലങ്ങളിൽ ഈ 817 കിലോമീറ്റർ അതിർത്തികളിലെ 6 ഗ്രാമങ്ങളിലാണ് സംഘർഷം രൂക്ഷമായി തുടരുന്നത്. കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പക്ഷേ നിലവിൽ സാഹചര്യം ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കമുള്ള എമറാൾഡ് ട്രയാങ്കിൾ, അവിടെ ബുധനാഴ്ച ഒരു സൈനികൻ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ കുഴിബോംബ് സ്ഫോടനത്തിലാണ് സൈനികർക്ക് പരിക്കേൽക്കുകയും ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത്. അതിനുശേഷമാണ് സംഘർഷം രൂക്ഷമായത്. മെയ് മാസം മുതൽ ഇടയ്ക്കിടെ സംഘർഷങ്ങൾ പതിവായിരുന്നു. അതിപ്പോൾ അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ പല ഇടപെടലുകളും ഉണ്ടാകുന്നു. എങ്കിലും കാര്യമായ സമവായ ശ്രമങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. സംഘർഷം രൂക്ഷമായി തുടരുകയും തന്നെ ചെയ്യും. ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ പ്രധാന കാരണം ഈ പ്രീവിഹാറുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കം തന്നെയാണ്. അതിർത്തി പ്രദേശത്തെ ഈ ക്ഷേത്രം നിലവിൽ കംബോഡിയയുടെ അധീനതയിലാണ്. ഇത് നേരത്തെ പൈതൃക പട്ടികയിലടക്കം ഉൾപ്പെടുത്തിയിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം സംബന്ധിച്ച തർക്കങ്ങളുടെ ഒരു പുതിയ രൂപത്തിൽ സംഘർഷം വഴിമാറിയിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. ആര്യ. യെസ്, കാർത്തിക്കാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ചാടിയത്. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ആര്യ ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നമുക്കറിയാം, കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ വധക്കേസ് പ്രതി അതീവ സുരക്ഷിതമായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി ജയിൽ മുറി പരിശോധിച്ച ഉദ്യോഗസ്ഥരാണ് ഗോവിന്ദച്ചാമി അവിടെ ഇല്ല എന്ന വിവരം മനസ്സിലാക്കിയത്. തുടർന്ന് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതീവ സുരക്ഷിതത്വമുള്ള ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നുള്ളത് ഓർക്കണം. അവിടെ നിന്നാണ് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച വളരെ പ്രധാനപ്പെട്ട സൗമ്യ വധക്കേസ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് കേരളം വല്ലാതെ ചർച്ച ചെയ്ത, കേരളത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട്
ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ച ഒരു കൊലക്കേസ് കൂടിയായിരുന്നു. ഈ കൊലക്കേസിലെ പ്രതി, വളരെ പ്രധാനപ്പെട്ട പ്രതി, അതായത് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ കുപ്രസിദ്ധി ആർജിച്ച ഒരു VIP സുരക്ഷയിലുള്ള ഒരു പ്രതിയാണ് ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ന് രാവിലെയോടുകൂടി ജയിൽ മുറി പരിശോധിച്ച ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. നമുക്കറിയാം, നേരത്തെ വധശിക്ഷയ്ക്ക് ഗോവിന്ദചാമിയെ വിധിച്ചിരുന്നു. തുടർന്ന് സുപ്രീം കോടതി ഇത് റദ്ദാക്കുകയും 7 വർഷം കഠിന തടവ് മാത്രമായി ശിക്ഷ ചുരുക്കുകയുമായിരുന്നു. ഈ കഠിന തടവ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അനുഭവിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തു വരുന്നത്. 7 വർഷത്തേക്ക് ശിക്ഷ ഗോവിന്ദചാമിക്ക് വിധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി സൗമ്യയെ ഗോവിന്ദചാമി ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള വാദഗതികൾ അത്തരത്തിൽ നേരത്തെ അംഗീകരിക്കപ്പെട്ടിരുന്നതാണ്. ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രതിക്ക് അതീവ സുരക്ഷിതമായി തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ അത്തരത്തിൽ ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. ജയിൽ ഉദ്യോഗസ്ഥരുടെ എന്തെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വലിയ അതാണ് രഞ്ജിത്ത് ഇതിൽ ഏറ്റവും പ്രധാനം. രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂർ പോലെ അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് ഈ പ്രതി എങ്ങനെ ചാടിപ്പോയി എന്നതാണ് നമുക്ക് മുന്നിലുള്ള വലിയ ചോദ്യം. അപ്പോൾ ജയിലിനുള്ളിൽ നിന്ന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചാലും അത് തെറ്റാകാൻ കഴിയില്ല. എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുള്ള സാധ്യത സ്വാഭാവികമായും കുറവായിരിക്കും. എന്നാൽ പോലും ആര്യ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്. കാരണം ഇന്ന് പുലർച്ചയോടുകൂടി, ഇന്നലെ രാത്രിയിലും ഗോവിന്ദചാമി ഭക്ഷണം കഴിച്ചാണ് ഉറങ്ങാൻ പോയത്. അതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടി സാധാരണ ഒരു പരിശോധന ജയിലിൽ രാവിലെ ഉണ്ടാകാറുണ്ട് തടവുകാരുമായി ബന്ധപ്പെട്ട്. അത്തരത്തിലൊരു പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരാണ് ഈ ഗോവിന്ദചാമി ഇത്തരത്തിൽ ജയിൽ ചാടി എന്നുള്ള വിവരം മനസ്സിലാക്കിയത്. തുടർന്ന് അവർ ജയിലിൽ പല ഭാഗങ്ങളിലും വ്യാപകമായ തിരച്ചിൽ നടത്തി. ഇയാളെ കണ്ടെത്താനായിട്ടില്ല. തുടർന്നാണ് ഇയാൾ ജയിൽ ചാടി എന്നുള്ള നിഗമനത്തിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത് എന്ന് വേണം കരുതാൻ. നേരത്തെ പറഞ്ഞതുപോലെ വലിയ സുരക്ഷിതത്വമുള്ള ഒരു ജയിൽ കൂടിയാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നുള്ളത് മനസ്സിലാക്കണം. അവിടെ ഗോവിന്ദചാമിക്ക് പ്രത്യേക തരത്തിലുള്ള നിരീക്ഷണങ്ങളും മറ്റുമുണ്ടായിരുന്നു. ഇതൊക്കെ അത്തരത്തിൽ അവഗണിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഗോവിന്ദചാമിയെ പോലെ ഒരാൾ ജയിൽ ചാടിയത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. ഈ പ്രദേശത്ത് ഉടനീളം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് തെരച്ചിലും മറ്റും ഇപ്പോൾ പുരോഗമിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്കറിയാം, 2011 ഫെബ്രുവരി 1 ശരി രഞ്ജിത്ത്, ഒന്ന് തുടരുക. ഇപ്പോൾ മുൻ DGP TP സെൻകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ TP സെൻകുമാർ, അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ് ഒരു വലിയ കുറ്റകൃത്യം ചെയ്ത പ്രതി ഇപ്പോൾ ജയിൽ ചാടിയിരിക്കുന്നത്, ഗോവിന്ദചാമി. ഇതെങ്ങനെ സംഭവിച്ചു കാണും? ഇത് തൃശ്ശൂരിൽ നിന്നാണ് കണ്ണൂരിൽ നിന്നാണ് ചാടിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അതീവ സുരക്ഷാ ജയിൽ തൃശ്ശൂരാണ്. കണ്ണൂർ കണ്ണൂരിന്ന് ഇതിനു മുമ്പും പല പ്രതികളും ചാടിപ്പോയിട്ടുണ്ട്. അവിടെ മതിലൊക്കെ ഇടിഞ്ഞ് കിടന്നായിരുന്നു. അതെല്ലാം ശരിയാക്കിയിരുന്നു. ഞാനും ജയിൽ DGP ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് ചാടിപ്പോവാൻ ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. ആരുടെയെങ്കിലും ഹെൽപ്പ് കിട്ടി കാണും എന്നാണ് നമ്മൾ കരുതേണ്ടത്. അതെ, ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഗോവിന്ദചാമി എന്ന് പറയുന്നത് നമുക്കറിയാം അംഗപരിമിതിയുള്ള ഒരു വ്യക്തി കൂടിയാണ്, ഒറ്റക്കയ്യനാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ സാഹസികമായി ചാടി പോവുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നതിനപ്പുറം തന്നെ ഗുരുതരമായ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഒരു വഴിവിട്ട നീക്കം കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് കൂടി സംശയിക്കാനുള്ള സാഹചര്യം മുന്നിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. മാത്രമല്ല, അയാളൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിച്ച ആളാണ്. സുപ്രീം കോടതിയാണ് അത് ജീവപര്യന്തമാക്കിയത്. അപ്പോ മാത്രമല്ല, അത്ര ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതാണ്. ചാർലി തോമസ് എന്ന് പറഞ്ഞ പലർക്കും അറിയില്ല, ഗോവിന്ദചാമി എന്നാണ് പലരും അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ജയിലിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് ഹെൽപ്പ് ആരെങ്കിലും കൊടുത്തു കാണണം. അങ്ങനെയാണ് അത് ചാടിപ്പോകുക. കാരണം ഇവരെല്ലാം മിക്കവാറും വളരെ ഉള്ളിലാണ് താമസിപ്പിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് 2 മതിലുകളും ഗേറ്റുകളും കഴിഞ്ഞാണ് പുറത്തേക്ക് പോകാൻ സാധ്യമാവുള്ളൂ. അവിടെ എന്തായാലും ഇയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പിടികൂടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും, അതായത് കേരള സമൂഹത്തിന് ഒന്നാകെ ഈ വ്യക്തിയെ കണ്ടാൽ തിരിച്ചറിയാൻ ഉള്ള സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഗോവിന്ദചാമിയെ എല്ലാവർക്കും കണ്ടാൽ തിരിച്ചറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ സഞ്ചരിക്കാൻ, കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യത കൂടി നമുക്ക് കുറച്ച് കാണേണ്ടി വരും. ഇപ്പോൾ എവിടെയെങ്കിലും താൽക്കാലിക ഒളിനിലയത്തിലേക്ക് മാറാനുള്ള ഒരു സാധ്യതയല്ലേ മുന്നിലുള്ളത്? നമ്മൾ സ്വാഭാവികമായി ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിലയിരുത്തുകയാണെങ്കിൽ. ഗോവിന്ദചാമി എല്ലാവരും അറിയുന്നതായതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ അറിയാം. പെട്ടെന്ന്
പോലീസ് അത് കൂടുതൽ ശ്രദ്ധയോടെ വളരെ പെട്ടെന്നായിട്ട് ശ്രമിച്ചാൽ അധികം ദൂരം പോകുന്നതിന് മുന്നേ പിടികൂടാനായിട്ട് സാധിക്കും. വളരെ നന്ദി ശ്രീ ടി പി സെൻകുമാർ ഇഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രഞ്ജിത്ത് രാമചന്ദ്രൻ തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ ടി പി സെൻകുമാർ സൂചിപ്പിച്ച ഒരു കാര്യം കൂടിയുണ്ട്. ഈ ജയിലിൽ നിന്ന് പുറത്തു ചാടുക എന്നത് അതീവ ദുഷ്കരം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ സാധ്യമായി? ഉറപ്പായും ജയിലിനുള്ളിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട്. ഇനി പുറത്തെത്തിക്കഴിഞ്ഞാലും മുന്നോട്ടുള്ള നീക്കത്തിന് സഞ്ചരിക്കാനും ഒളിവിൽ കഴിയാനും ഒക്കെയും ഗോവിന്ദചാമിക്ക് സഹായം വേണമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ പുറത്തും അകത്തുമെല്ലാം ഗോവിന്ദചാമിയെ സഹായിക്കാനുള്ള ഒരു സംഘം ഉണ്ട് എന്നത് തന്നെയാണ്. അത് നമ്മൾ ഇനി പരിശോധിച്ച് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ആര്യ, ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരം അനുസരിച്ച് പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചു കഴിഞ്ഞു. പോലീസ് ഇത്തരത്തിൽ വ്യാപകമായി ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പരിസരത്ത് വ്യാപകമായി ദയവായി ഒന്ന് തുടരുക. ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇത്തരത്തിൽ അതീവ സുരക്ഷാ ജയിലിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പോലൊരു പ്രതി ചാടിപ്പോയിരിക്കുന്നത്. സുരക്ഷാ വീഴ്ച, അതിനപ്പുറം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള സഹായം കൂടി ലഭിച്ചിട്ടുണ്ട്. അതെ, എന്തായാലും അത് കണ്ണൂര് ജയിലിന്റെ അവസ്ഥ നമുക്കറിയാം. അവിടെ ഒരു കൺട്രോളും ഇല്ലാതെയാണ് കണ്ണൂർ ജയിലിലെ സൂപ്രണ്ടും മറ്റു കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. കാര്യം ജയിലിലൊരു DGP ഉണ്ട്. അപ്പൊ അത് ഗോവിന്ദസ്വാമിയെ പോലുള്ള ഒരാൾക്ക് അവിടുന്ന് ചാടണമെന്നുണ്ടെങ്കിൽ അതിന് കാലിൽ സ്വപ്പം പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. അത് ചാടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അകത്തുനിന്ന് ആരെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ട്. അതിന് യാതൊരു സംശയമില്ല. ഇയാളെ വെളിവിടുന്ന റിസ്ക് ആണ്, ഡേഞ്ചറസ് ആണ്. സൗമ്യയുടെ കേസ് എല്ലാവർക്കും നമുക്കറിയാം. അപ്പൊ അതിനകത്ത് ഇയാളെ തൂക്കിക്കൊല്ലേണ്ടതായിരുന്നു അന്ന്. നമ്മളൊക്കെ അത് പ്രതീക്ഷിച്ചിരുന്നു. അത്ര ബ്രൂട്ടലായ ഒരു മർഡറല്ലേ സൗമ്യയുടെ കാര്യത്തിൽ ചെയ്ത് ഇയാള്. അപ്പൊ അയാൾ ഇനി ആ പ്രവൃത്തി ചെയ്യും. അയാൾ ബോൺ ക്രിമിനലാണ്. അതിനകത്തുനിന്ന് ഒരു മാറ്റവും ഇല്ല. ഇത് ആരാണ് സഹായിച്ചതെന്ന് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു 24 hours കണ്ടെത്തണം. ആ സഹായിച്ചവർക്കെതിരായിട്ട് നടപടി വേണം. ഇയാളെ ഇനി ലഭിക്കില്ല. കാരണം ഇനി കേരളത്തിൽ നിൽക്കത്തില്ല അയാള് കേരളം വിട്ട് കണ്ണൂരിൽ നേരെ അയാള് മൈസൂരിലോ കർണാടകയിലോ അത് ഇവിടെ തമിഴ്നാട്ടിലോ കിടക്കും. അതുകൊണ്ട് ഇയാൾ ഇനി ചാടിപ്പോയിട്ട് തിരിച്ചു പിടിക്കാൻ കുറച്ച് സമയം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഈ സുരക്ഷിതമായി കൊണ്ടുപോകാൻ ഒരു വാഹനവും സംഘവും ഒക്കെ ഉണ്ടെങ്കിൽ അതിവേഗം അതിർത്തി വിട്ടു പോകാം അല്ലേ? അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവും. അല്ല അയാൾ ചാടില്ല. അയാള് നമ്മളെ വിചാരിച്ചത് ഇങ്ങനെ അബദ്ധത്തിൽ ചെയ്തു. പക്ഷെ അയാൾ നല്ലൊരു ക്രിമിനലാണ്. വളരെ വയസ്സായിട്ട് ഒരുത്തനാണ്. ഏതായാലും അയാളുടെ കേസിനകത്ത് വധശിക്ഷയിൽ അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന വക്കീലിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. എന്തായാലും ഇത് പോലീസിന്റെ അല്ല ജയിൽ അധികൃതരുടെ ഭാഗത്തുള്ള ഒരു വീഴ്ച തന്നെ. സഹായം ഇല്ല. ഇയാളെപ്പോലെ ഒരാൾക്ക് അവിടുന്ന് ചാടാനൊക്കില്ല. അത് ഇയാളെപ്പോലെ ഒരുതിനെ വെളി വിടാതെ നമ്മൾ ജയിലിൽ തന്നെ ഇടണമെന്നൊക്കെയാണ് ഈ വധശിക്ഷയിൽ ഒഴിവാക്കിയപ്പം നമ്മളെല്ലാം കരുതിയതും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ക്രിമിനൽസ് ധാരാളം കേരളത്തിലുണ്ട്, പല ജയിലിലുണ്ട്. അതൊക്കെ ഇനിയും ചാടും. ഇതൊരു ടെൻഡൻസിയാണ് ഇവർക്ക് ചാടാനുള്ളത്. അപ്പൊ നേരത്തെ ഞാൻ ഇരുന്ന സമയത്ത് ആലപ്പുഴക്കാരൻ ശിവജി, അയാളന്ന് ഞാൻ മ്യൂസിയം സബ് ഇൻസ്പെക്ടറായി പള്ളി ജയിലിൽ ചാടി. അയാളെ ഏകദേശം 5-10 ദിവസത്തിനകം കോയമ്പത്തൂർ ഇട്ട് പിടിച്ചു ഞങ്ങള്. അപ്പൊ അത് തിരുവനന്തപുരം ജയിൽ ചാടിയാണ് പോയത്. ശരി. അപ്പൊ അതുകൊണ്ട് ഇത് ജയിലധികൃതരുടെ ഭാഗത്തുനിന്ന് പക്ക വീഴ്ചയാണ്. ഇമ്മീഡിയറ്റ് നടപടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇതൊരു ശരി. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾക്ക് തുടരാൻ കഴിയുമെങ്കിൽ ദയവായി തുടരുക. ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഗോവിന്ദചാമിയെ പോലെയുള്ള ഒരു ക്രിമിനൽ, ഒരു കൊടും ക്രിമിനലാണ് ഇത്തരത്തിൽ ചാടിപ്പോയിരിക്കുന്നത്. സ്വാഭാവികമായും സുരക്ഷാ വീഴ്ചയും അതിനപ്പുറം ഈ ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ സ്വാഭാവികമായും നമ്മൾ സംശയിച്ചാൽ തെറ്റാകില്ലല്ലോ MLA. ജയിൽ സുരക്ഷാ വീഴ്ചയെ കുറിച്ച് ഇതിനോടകം തന്നെ ഒത്തിരി ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജയിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് പോയത് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് വീഴ്ച വരുത്തിയ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായി നടപടി എടുക്കാതെ ഒരു സുരക്ഷിത ബോധം ജനങ്ങളിലുണ്ടാവില്ല. അത് തേച്ചുമാച്ച് കളയുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകരുത്. ഒന്ന്, ഗോവിന്ദചാമിയെ അടിയന്തരമായി പിടിക്കുന്നതിന് വേണ്ടിയുള്ള അതിന്റെ നടപടികൾ ഉണ്ടാകണം. അതിനുള്ള സെർച്ച് നടത്തണം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് പറ്റില്ലെങ്കിൽ ജോയിന്റ് കോമ്പിംഗ് എങ്കിലും നടത്തി ഈ കൊടും ക്രിമിനലിനെ കസ്റ്റഡിയിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം. രണ്ടാമത്തെ പ്രശ്നം ഈ ജയിലിൽ നിന്ന് എങ്ങനെ ചാടി എന്നുള്ളതാണ്. അപ്പൊ ആ ജയിൽ വളരെ വളരെ നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി പണ്ടറിയപ്പെട്ടതാണ്. അതിനകത്തത് കുറെ മാറ്റം വന്നു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ആ ജയിലിന് പൊക്കക്കുറവാണ്. പുറത്തു നിന്നുള്ള ആളുകൾക്ക് അക്സസ് ഉണ്ട്. ഇതുപോലുള്ള
പോരായ്മകൾ ജയിലിനെ കുറിച്ച് നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. അത് നികത്തുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കും എന്ന് പറഞ്ഞിട്ടും പക്ഷെ അതിന് ഫലമുണ്ടായിട്ടില്ല എന്നാണ് ഈ ജയിൽ ചാട്ടത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ജനങ്ങൾ സംഭീതരായിരിക്കുകയാണ്. കാരണം ഇത്രയൊരു കൊടും ക്രിമിനൽ ജയിൽ ചാടി നാട്ടിൽ സ്വതന്ത്രമായി പോകുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാക്കി എന്നുള്ളതിൽ വളരെ 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 വിഷമത്തിലും പ്രയാസത്തിലും ആശങ്കയിലുമാണ്. അത് അവസാനിപ്പിക്കുന്നത് വഴി അടിയന്തര നടപടി എടുക്കണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരായി ശക്തമായ ഡിപ്പാർട്ട്മെന്റൽ നടപടിയും ഉണ്ടാക്കണം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗോവിന്ദചാമിയെ പോലെ അതീവ സുരക്ഷയിൽ പാർപ്പിച്ചിരുന്ന ഒരു കുറ്റവാളി, ഒരു കൊടും ക്രിമിനൽ തന്നെ ചാടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സംസ്ഥാനത്തെ ജയിലുകളുടെ എല്ലാം ഒരു സുരക്ഷിതത്വത്തെക്കുറിച്ച് കൂടിയുള്ള വലിയ ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയല്ലേ? ആ ചോദ്യം ഉയർന്നു വരും. അതോടൊപ്പം തന്നെ ഈ കൊടും ക്രിമിനലിനെ എങ്ങനെ ഈ ജയിലിൽ പാർപ്പിക്കാൻ ഇടയായി എന്നുള്ളതിനെ കുറിച്ച് കൂടി നോക്കണം. കാരണം അതീവ സുരക്ഷിതത്വമുള്ള ഹൈടെക് ആയിട്ടുള്ള ജയിലുകൾ കേരളത്തിലുണ്ട്. ആ ജയിലിലേക്ക് പോകാതെ ഇയാളെ എന്തുകൊണ്ട് ഈ ജയിലിൽ പാർപ്പിക്കാൻ ഇടയായി എന്നതിനെ കുറിച്ച് കൂടി ആലോചിക്കണം. സ്വാഭാവികമായിട്ട് അവിടെ നിന്നാണ് ഈ വീഴ്ചയുടെ തുടക്കം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള കൊടും ക്രിമിനലുകൾക്കെതിരായിട്ടുള്ള നടപടിയിൽ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അവരുടെ സ്വതന്ത്രമായ ഈ നടത്തിയ യാത്ര കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. തീർച്ചയായും വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. രഞ്ജിത്ത് രാമചന്ദ്രൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പലവിധ വിഷയങ്ങളുണ്ട്. അത് തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഗോവിന്ദചാമിയെ പോലെ ഒരു കൊടും ക്രിമിനലിനെ ഈ ജയിലിൽ പാർപ്പിച്ചു എന്നത് മുതൽ തന്നെ അദ്ദേഹം വീഴ്ച ചൂണ്ടിക്കാട്ടുകയാണ്. തീർച്ചയായും 2011 ഫെബ്രുവരി 1 എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിന്റെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ച് സൗമ്യ ആക്രമിക്കപ്പെടുകയും മറ്റും ചെയ്തത്. തുടർന്ന് ഗോവിന്ദസ്വാമി സൗമ്യയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്കിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആര്യ, ഇപ്പോൾ ഗോവിന്ദസ്വാമിയുടെ രൂപം മറ്റൊന്നാണ്. അന്ന് 2011 രൂപം അത് ജയിലിലെ കുറനാളത്തെ വാസത്തിന് ശേഷം പിന്നീടൊക്കെ മാധ്യമങ്ങളെ ഇയാളെ കാണിച്ചപ്പോൾ തടിച്ചു കൊഴുത്ത ഒരു രൂപമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ഒരു രൂപമാറ്റം വന്നിട്ടുണ്ട്. ആ ഫോട്ടോയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും പഴയ ഗോവിന്ദസ്വാമി അല്ല ഇപ്പോഴത്തെ ഗോവിന്ദസ്വാമിയുടെ ഈ ജയിൽവാസത്തിനിടയിലുള്ള രൂപം എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. അതായത് 2011 മുതൽ ഇയാൾ ജയിലിലാണ്. ഇന്നിപ്പോൾ 2025 നമുക്കറിയാം, 2026 നമുക്കറിയാം. 15 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇയാളെ പഴയ രൂപം വെച്ച് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പല സ്ഥലങ്ങളിലും ഒളിച്ചിരിക്കാനും മറ്റും ഇയാൾക്ക് സാധ്യമാകും. ഇതിന്റെ ഭാഗമായാണ് ഇയാളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട പുതിയ ഫോട്ടോ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റും മറ്റും കണ്ണൂർ ജയിലിന്റെ പരിസരത്ത് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ സംഘങ്ങളായി പോലീസ് ഇപ്പോൾ തിരഞ്ഞുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഗോവിന്ദസ്വാമി ജയിലിലില്ല എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതീവ സുരക്ഷ ഈ ഗോവിന്ദസ്വാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ജയിലിലെ ഭൗതിക സാഹചര്യങ്ങൾ ഒക്കെ വളരെ ഒരു ഇത്തരത്തിൽ സുരക്ഷിതത്വം നൽകേണ്ട ഒരു പ്രതിക്ക് അനുകൂലമായിരുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം സഹായം ഇയാൾക്ക് ചാടുന്നതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് അതാണ് രഞ്ജിത്ത് ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ പുലർച്ചെ 7 മണിയോട് കൂടിയാണ് ഗോവിന്ദസ്വാമി സെല്ലിൽ ഇല്ല എന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കുന്നത് പോലീസ്. അപ്പോൾ ഇത്രത്തോളം നേരം പുലർന്നതിന് ശേഷം മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട പ്രതി, ഒരു കൊടും കുറ്റവാളി അവിടെ ഇല്ല എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും രാത്രിയിൽ ഈ കോമ്പൗണ്ടിനുള്ളിൽ പെട്രോളിംഗ് ഉണ്ടായിരുന്നില്ലേ, സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിരുന്നില്ലേ, എന്നൊക്കെയുള്ള വലിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ലേ എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുകയാണ്.
അതാണ് പ്രധാനപ്പെട്ട കാര്യം. സാധാരണയായി ഇത്തരത്തിൽ കൊലക്കേസിലും മറ്റും ശിക്ഷിക്കപ്പെട്ട് ജീവപര്യന്തമാക്കിയെങ്കിൽ പോലും ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം ശക്തമാക്കേണ്ട സാഹചര്യം എല്ലാ ജയിലിലുമുണ്ട്. അത്തരത്തിൽ അനാസ്ഥ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. സാധാരണ രാത്രിയിൽ ആഹാരം കഴിച്ച് നേരത്തെ ആഹാരം ഇവർക്ക് നൽകും, ജയിൽ ഉദ്യോഗസ്ഥർക്ക് നൽകും. 6 മണിയോടുകൂടി ഇവരെ അവരവരുടെ സെല്ലുകളിൽ കയറ്റും. പിന്നീട് രാത്രി ഉടനീളം പോലീസിന്റെ പരിശോധനയും ജയിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധനയും മറ്റും സ്ഥിരമായി ഉണ്ടാകും. രാത്രിയിൽ ഇതിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടാകും. എല്ലാ സെല്ലുകളിലും മണിക്കൂറുകൾ ഇടപെട്ടുള്ള പരിശോധന അടക്കം ആവശ്യമാണ് എന്നുള്ളതാണ് ജയിൽ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഗോവിന്ദചാമിയെ പോലെ അതീവ ക്രിമിനൽ സ്വഭാവമുള്ള ഒറ്റക്കയ്യനായ ഒരു പ്രതി ഇത്തരത്തിൽ ജയിലിൽ കിടക്കുമ്പോൾ, സെല്ലിൽ കിടക്കുമ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ട ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കേണ്ടതുണ്ട്. നിരീക്ഷണ ക്യാമറകളുടെ സാന്നിധ്യം ഈ ജയിലിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഏതു തരത്തിലാണ് ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ രക്ഷപ്പെട്ടത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പോലും അമ്പരന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പോലീസ് ഉദ്യോഗസ്ഥരോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇതിനകം തന്നെ തേടിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ജയിൽ DGP അടക്കമുള്ളവർ ഇതുമായി സുഭാഷ് ബാബു റിട്ടയർഡ് SP നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുഭാഷ് ബാബു, കേരള സമൂഹത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗോവിന്ദചാമിയെ പോലെ ഉള്ള ഒരു കൊടും ക്രിമിനൽ ജയിൽ ചാടിപ്പോയിരിക്കുന്നു. സുരക്ഷാ വീഴ്ച, അതിനപ്പുറം എന്തൊക്കെ കാര്യങ്ങൾ താങ്കൾ വിലയിരുത്തുന്നു? അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ചാടിപ്പോകാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ നാൾ ജയിലിൽ കിടക്കുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൂടുതൽ പരിചിതമായ സാഹചര്യങ്ങളൊക്കെ പരിചയം, അവിടെ വ്യക്തികളെ പരിചയം, അദ്ദേഹം വളരെ സൗമ്യമായ രീതിയിലാണ് ജയിലിൽ പെരുമാറുന്നതെന്നും വളരെ പശ്ചാത്താപത്തോടുകൂടി സംസാരിക്കുന്നതെന്നും ഒക്കെ ചില ജയിൽ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അദ്ദേഹം ചെയ്തത് വളരെ തന്ത്രപരമായ ഒരു രീതിയാണ്. ആ രീതിയിലൂടെ അദ്ദേഹം അവിടെ നിന്ന് ഇതേമാതിരിയുള്ള ആക്രമങ്ങൾ അല്ലെങ്കിൽ രക്ഷപ്പെടലൊന്നും നടത്തില്ല എന്നൊരു ധാരണ അവർക്കുണ്ടായതിനു ശേഷം പടിപടിയായി അതിനൊരു സാഹചര്യം സൃഷ്ടിച്ച് സൗകര്യപ്പെട്ടപ്പോൾ അദ്ദേഹം രക്ഷപ്പെട്ടു പോയി എന്നുള്ള. എന്തായാലും അദ്ദേഹത്തിന് പോയാലും അദ്ദേഹത്തിന് പിടിപ്പിക്കപ്പെടാനുള്ള അല്ലെ തിരിച്ചറിയാനുള്ള വലിയ കൂടുതൽ സാഹചര്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അധികം നാളൊന്നും രക്ഷപ്പെട്ട് ജീവിക്കാൻ സാധ്യമല്ല. എന്തായാലും അത് ചെയ്തത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് സാധാരണഗതിയിൽ വരാൻ പാടില്ലാത്ത ഒരു അശ്രദ്ധയിലൂടെ സംഭവിച്ചതാണ് എന്നുള്ളതിന് സംശയം വേണ്ട. അപ്പോൾ അതിന് കൂടുതൽ ഈ അശ്രദ്ധയ്ക്ക് അപ്പുറമുള്ള ഒരു നീക്കമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതല്ല ഉള്ളൂ. ജയിലിനുള്ളിൽ നിന്നൊരു സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദചാമിക്ക് സ്വാഭാവികമായും ജയിലിന് പുറത്തും സഹായം നൽകാനുള്ള ഒരു ടീം സജ്ജമാക്കിയതിനു ശേഷമായിരിക്കുമല്ലോ ഗോവിന്ദചാമി ജയിൽ ചാടിയത് എന്നുള്ളത്. അപ്പോൾ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ അതിർത്തി വിട്ടുപോകാനുള്ളൊരു സാഹചര്യം, സഹായങ്ങളൊക്കെയും ഗോവിന്ദചാമിക്ക് ലഭിച്ചേക്കാം എന്ന് പ്രതീക്ഷിച്ചാലും തെറ്റാകുമോ? തെറ്റല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ രക്ഷപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ തിരിച്ചറിയാൻ വളരെ കൂടുതൽ സാധ്യതയുള്ള ഒരു വ്യക്തി അങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന് പുറത്ത് എന്തെങ്കിലും സഹായം ഉണ്ടാവും, അതിന് ഗൂഢാലോചന നടന്നിട്ടുണ്ടാവും എന്നുള്ള വളരെ വ്യക്തമാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കേസുകൾ നടത്താൻ വേണ്ടിയിട്ട് വളരെ സാമ്പത്തിക സഹായമൊക്കെ ചെയ്ത വിവിധ കോണുകളിൽ ചെയ്തു എന്നൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സത്യവുമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ലോബി ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുക എന്നുള്ളത് അവരുടെയും കൂടെ ബാധ്യതയായി മാറിയതുകൊണ്ട് അവരുകൾ തന്ത്രപരമായി ഇത് ആസൂത്രണം ചെയ്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിന് ഒരു അന്വേഷണത്തിലൂടെ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാമെന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ശ്രീ സുഭാഷ് ബാബു, ഈ വധശിക്ഷ ഒഴിവായി ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയാണ്, പ്രതിയാണ്, കൊടും ക്രിമിനലാണ് ഗോവിന്ദചാമി. അപ്പോൾ അത്തരത്തിലുള്ള സുരക്ഷ ഗോവിന്ദചാമിക്ക് ഒരുക്കിയിരുന്നില്ല എന്നത് ഈ സംഭവത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതിനപ്പുറമുള്ള മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നത് നമുക്ക് കണ്ടറിയേണ്ടതുമുണ്ട്. നേരത്തെ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഗോവിന്ദചാമിയെ താമസിപ്പിക്കേണ്ടിയിരുന്നത് ഈ ജയിലിലായിരുന്നില്ല. അതീവ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഹൈടെക് ജയിലുകൾ സംസ്ഥാനത്തുള്ളപ്പോൾ കണ്ണൂർ ജയിലിലായിരുന്നില്ല ഗോവിന്ദചാമിയെ പോലെ ഒരു കൊടും ക്രിമിനലിനെ താമസിപ്പിക്കേണ്ടിയിരുന്നത്. ആ ഘട്ടം മുതൽ തന്നെ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഉന്നയിച്ച വിഷയം.
അതിന് ഞാൻ അദ്ദേഹത്തിനോട് യോജിക്കുകയാണ്. കാരണം എന്താ പറയുക, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു രീതിയിലും മനുഷ്യത്വപരമായ കാരുണ്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേക പരിഗണനയോ അർഹിക്കാൻ സാധ്യമല്ലാത്ത ഒരു കുറ്റം ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ടും സുരക്ഷിതമുള്ള ഒരു മേഖല, ഒരു ജയിലിൽ പാർപ്പിക്കേണ്ടതായിരുന്നു. അതീവ സുരക്ഷയുള്ള ഒരു വളരെ നമുക്ക് ജയിലുകൾ 3 അങ്ങനെ അതീവ സുരക്ഷയുള്ള ജയിലുകളുണ്ടല്ലോ ഇപ്പൊ. അതനുസരിച്ച് അദ്ദേഹത്തിനെ അവിടെ പാർപ്പിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ചെയ്തത് അദ്ദേഹത്തിന്റെ സഹായികളായിട്ടുള്ള ആളുകൾ ജയിൽ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുകയും സഹായം ചെയ്യുകയും ഇദ്ദേഹം അവിടെ വളരെ സൗമ്യനായും വളരെ സഹകരിച്ചും ജീവിക്കുന്ന ഒരു മനുഷ്യനായി മാറി അതിൽ നിന്ന് മുതലെടുത്ത് അദ്ദേഹം രക്ഷപ്പെട്ടു പോയി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ സാഹചര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് സാധാരണഗതിയിൽ അദ്ദേഹത്തിന് രക്ഷപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പെട്ടെന്ന് ആളുകൾ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരാളാവുമ്പോൾ രക്ഷപ്പെട്ട് പുറത്തു പോയാലും പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്തായാലും ശരി മറ്റാളുകളുടെ സഹായം ഇല്ലാതെ അവിടെ രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ലല്ലോ. കാരണം കണ്ണൂർ ജയിൽ എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും ഓടി രക്ഷപ്പെടാൻ, അവിടെ ജനവാസ മേഖലയാണ് മുഴുവൻ, അവിടെ നിന്ന് അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാലും അദ്ദേഹത്തിന് പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന് നമുക്ക് എന്റെ ഒരു ധാരണ അദ്ദേഹത്തിന് പെട്ടെന്ന് പിടിക്കപ്പെടുന്നു തന്നെയാണ്. അതെ, അത് തന്നെയാണ് കേരള സമൂഹത്തിന് ഒന്നായി മുന്നിലുള്ള ആവശ്യവും. വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനായി. ഇപ്പോൾ സൗമ്യയുടെ അമ്മ ശ്രീമതി സുമതി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി സുമതി, നമസ്കാരം. ഈ അതീവ ആശങ്കപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് എല്ലാവർക്കും മുന്നിലുള്ളത്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഞാൻ ചോദിക്കുന്നതല്ല, ഇത്രയും വലിയ മതിലെടുത്തിട്ട് എങ്ങനെ ഇപ്പൊ ചാടി പുറത്തിറങ്ങി ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്ത ഇവന് ഒരു സുരക്ഷിത ഇല്ലാത്ത കാരണമല്ലേ ഇവന് പുറത്തു ചാടാൻ കഴിഞ്ഞത്. ഇവന് അതിന്റെ ഉള്ളിൽ സപ്പോർട്ട് ഇല്ലാതെ ഇവനെ ഒരിക്കലും ഇപ്പം പുറലോകം കാണില്ല. ഇത്രയും വലിയ മതിലല്ലേ ജയിലിന്റെ, ഇത്രയും വലിയ ജയിലിലും ഇത്രയും വലിയ ഇത് എങ്ങനെ കയറി ഇറങ്ങിയെന്ന് പറഞ്ഞ എന്താ വിശ്വസിക്ക? അതെ, അവൻ ഇത്രയും വലിയ ജയിലിൽ ചാടാൻ പറ്റുന്നെങ്കിൽ അവനെ കൊണ്ട് ഒറ്റക്കൈ വെച്ചിട്ട് ഈ മതിലിൽ കൊത്തിച്ചാറാൻ പറ്റിയല്ലോ. അപ്പൊ ഒരാൾ പിൻഗാമിയായിട്ട് അവിടെ ഉണ്ടാവും. അവനെ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടണം, എത്രയും പെട്ടെന്ന് ആ നാട് വിട്ടുപോവില്ല. അതിന്റെ മുന്നേ അവനെ പിടിക്കപ്പെട്ടേ പറ്റൂ. അതെ, തുടക്കം മുതൽ തന്നെ ഗോവിന്ദചാമിക്ക് സഹായങ്ങൾ നൽകാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജയിലിന്റെ ഉള്ളിൽ ഒരു കുറച്ചധികം ആളുകൾ ഒരുപക്ഷെ അല്ലെങ്കിൽ ഒരാളോ മറ്റോ സഹായം നൽകിയിട്ടുണ്ടാകാം എന്ന് കരുതുന്നുണ്ടല്ലേ? അതെ അതെ, അങ്ങനെ ഉണ്ടാവണമല്ലോ. ഉണ്ടാവാതെ എങ്ങനെ ലോകം കാണാൻ? അതെ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ ഒറ്റ കയ്യനാണ് എങ്ങനെ ഈ ഒറ്റയ്ക്ക് ഈ ദൗത്യം ചെയ്തു എന്നുള്ളത് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അല്ല 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 അല്ല. ശരി, സൗമ്യയുടെ അമ്മ ശ്രീമതി സുമതിയാണ് ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേർന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ തുടരുന്നുണ്ട്. രഞ്ജിത്ത്, എന്തായാലും ഈ പ്രതിയെ പിടിക്കാനുള്ള പുതിയ സംഘത്തെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് എന്നതാണ് പുതിയ അപ്ഡേറ്റ്സ് എന്ന് മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഏറ്റവും പുതിയ വിവരം, രാത്രി 1:30 ഇയാൾ ജയിൽ ചാടിയത് എന്നുള്ള വിവരം കൂടി പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റിയാണ് ഇയാൾ ജയിൽ സെല്ലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. 10B ബ്ലോക്കിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി. തുടർന്ന് ഇയാൾ കമ്പി മുറിച്ചു മാറ്റി പുറത്തു ചാടുകയും തുണികൾ കെട്ടി മതിൽ ചാടി ജയിലിന് പുറത്തേക്ക് പോവുകയായിരുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത് എന്നുള്ളതാണ്. ഈ ആകാശവാണിയുടെ ഓഫീസുണ്ട് തൊട്ടടുത്ത്, ഈ ജയിലിനോട് ചേർന്ന് ആകാശവാണിയുടെ ഓഫീസുണ്ട്. ഈ ആകാശവാണിയുടെ ഓഫീസിന് സമീപത്തെ മതിൽ ചാടിയാണ് ഇയാൾ കടന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് സമീപത്തെ അടച്ചിട്ടിരിക്കുന്ന കെട്ടിടങ്ങളിലും മറ്റും വ്യാപകമായി തെരച്ചിൽ. ഒരുപാട് കെട്ടിടങ്ങൾ സമീപ പ്രദേശങ്ങളിൽ ആൾതാമസമില്ലാത്ത കെട്ടിടങ്ങളുണ്ട്. അവിടെയൊക്കെയുള്ള കെട്ടിടങ്ങളിൽ വ്യാപകമായുള്ള തെരച്ചിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വലിയ ദൂരത്തേക്ക് ഇയാൾ പോകാനുള്ള സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതനുസരിച്ചുള്ള നിർണായകമായ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പോലീസിന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി മാറുകയാണ്. ഈ 1:30 മണിക്ക് ഇയാൾ ജയിൽ ചാടിയിട്ടും ഏതാണ്ട് 7 മണിയോടുകൂടി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം ജയിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യമായി ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനിടയിലുള്ള പരിശോധനകളിലും മറ്റുമുണ്ടായ അലംഭാവമാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം. അല്പസമയത്തിനകം ഏതാണ്ട്
മണിക്കൂറുകൾക്കകം ഇയാളെ പിടിക്കാം എന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ സുരക്ഷിതത്വമുള്ള ഒരാൾ എങ്ങനെ വളരെ അനായാസമായി ഈ സംഗതി സാധിച്ചെടുത്തു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അമ്പരപ്പെടുത്തുന്നത്. അതായത് 1.5 മണിക്ക് ഇയാൾ ജയിൽ ചാടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ജയിൽ സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റി. ഈ കമ്പിയിടയിൽ കൂടി ഇയാൾ പുറത്തിറങ്ങുന്നു. തുണികൾ ഉപയോഗിച്ച് കെട്ടുണ്ടാക്കുന്നു. അതിനുശേഷം ഇയാൾ മതിലിൽ അത് കുരുക്കി മതിൽ ചാടി പുറത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതനുസരിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുക കൂടിയാണ് ആര്യ. ഇത്തരത്തിൽ ഇപ്പോൾ പല സംഘങ്ങളായി തിരിച്ചു കഴിഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെ. കണ്ണൂർ ജില്ലയിലെ വലിയ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം, കൂടുതൽ പോലീസ് ഫോഴ്സിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജയിൽ ഉദ്യോഗസ്ഥർ. സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിനാണ് ഇപ്പോൾ പ്രാമുഖ്യം നൽകുന്നത്. കാരണം ഒറ്റക്കൈയിലാണ് ഇയാൾ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതോ കണക്കിലെടുക്കുമ്പോൾ അധിക ദൂരം ഇയാൾ പോകാനുള്ള സാഹചര്യമില്ല എന്നും സമീപ പ്രദേശങ്ങളിലെ കുറ്റിക്കാടുകളിലോ അല്ലെങ്കിൽ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലോ മറ്റോ ഇയാൾ ഉണ്ടാകാം എന്നുള്ള സൂചനകൾ കൂടി അത്തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളത്. അതനുസരിച്ചുള്ള അന്വേഷണ വഴികൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ് ആര്യ. ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. രഞ്ജിത്ത് തന്നെ സൂചിപ്പിച്ച കാര്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ദൗത്യം എങ്ങനെ നിർവഹിച്ചു, ഈ ജയിൽ ചാട്ടം എങ്ങനെ സാധ്യമാക്കി ഗോവിന്ദചാമി എന്ന് പറയുന്നത് പോലീസ് വിശദീകരിക്കുമ്പോൾ തന്നെ ജയിലിന്റെ കമ്പി മുറിക്കുന്നു, അതോടൊപ്പം സെല്ലിന്റെ കമ്പി മുറിക്കുന്നു. അതിനപ്പുറം ഈ വലിയ വടം കെട്ടി മതിൽ ചാടിയാണ് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. നേരത്തെ ഒക്കെ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒറ്റക്കയ്യനായിട്ടുള്ള വ്യക്തിക്ക് ഇത് ഒറ്റയ്ക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ ഈ സുരക്ഷാ കാര്യത്തിൽ അലംഭാവം കാട്ടി, അനാസ്ഥ കാട്ടി എന്നത് പറയുന്നതിനൊപ്പം സഹായം നൽകിയോ എന്ന ചോദ്യം കൂടിയാണ് ഇപ്പോൾ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട എങ്ങനെ ആ ദൗത്യം നിർവഹിച്ചു ഗോവിന്ദചാമി എന്നതുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് വിശദീകരിക്കുമ്പോൾ നമുക്ക് സംശയം തോന്നിപ്പോകുന്നത്. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതായത് ഈ ഒറ്റക്കൈയിലാണ് വികലാംഗനായ ഒരാൾക്ക് വലിയ തോതിലുള്ള സഹായം ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി അന്വേഷണം നടത്തേണ്ടി വരും. പോലീസിന്റെ ഇപ്പോഴത്തെ പ്രാഥമിക പരിഗണന എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇയാൾ എങ്ങനെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഇയാൾ എവിടെയുണ്ട് എന്ന കാര്യത്തിലുള്ള തെരച്ചിലാണ്. അതുതന്നെയാണ് നേരത്തെ പറഞ്ഞത്. ഈ സമീപ പ്രദേശങ്ങളിലുള്ള കെട്ടിടങ്ങളിലും മറ്റുമുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ പ്രദേശം, ഈ ജയിൽ നിൽക്കുന്ന പ്രദേശത്തിന് ചുറ്റുപാടും ആൾതാമസമില്ലാത്ത, നിർമ്മാണം പൂർത്തിയാകാത്ത നിരവധി കെട്ടിടങ്ങളുണ്ട് ആര്യ. ഈ കെട്ടിടങ്ങളിൽ എവിടെയെങ്കിലും ഇയാൾ ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ്. വ്യാപകമായ തിരച്ചിലാണ്. കണ്ണൂർ ജില്ലയിലെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസുകാരുടെ സഹായം ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ ഉദ്യോഗസ്ഥർ തേടിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് ഇപ്പോൾ കുതിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതനുസരിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സമീപത്ത് നിരവധി കുറ്റിക്കാടുകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ ഇതിന്റെ ചുറ്റുപാടുമുണ്ട് എന്നും മറ്റും പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ രാത്രി 1:30 മണിക്ക് നടന്ന കൃത്യമാണ്. സ്വാഭാവികമായും മണിക്കൂറുകൾ പിന്നിട്ട പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. 1:30 മണി കഴിഞ്ഞ് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇയാൾ ദൂരസ്ഥലങ്ങളിലേക്ക് കടക്കാനുള്ള, ട്രെയിനിലോ ബസ്സിലോ മറ്റോ കയറി ദൂരസ്ഥലങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യതകൾ തുലോം വിരളമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വാർത്ത പുറത്തു വരുന്നത് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ്. ഇതിനു മുൻപ് ഇയാൾ ആർക്കും മനസ്സിലാക്കാത്ത വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രൂപമാറ്റങ്ങൾ വരുത്തി ദൂരേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നതും പ്രധാനമാണ്. അതനുസരിച്ചുള്ള അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ചിത്രമാണ് ഗോവിന്ദചാമിയുടെ ഏറ്റവും പുതിയ ലുക്കിലുള്ള, ഭാവത്തിലുള്ള ചിത്രം. അതിനു മുമ്പ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇതിനൊക്കെ മുമ്പ് വിഷ്വൽസിൽ കണ്ടിട്ടുള്ള ഗോവിന്ദചാമി ഈ രൂപത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു സാധ്യത കൂടി കുറവല്ലേ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല, അതീവ ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരു കൊടും കുറ്റവാളി ഇപ്പോൾ ജയിൽ ചാടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഒരൊറ്റ കയ്യൻ എങ്ങനെ ഈ ദൗത്യം സാധ്യമാക്കി എന്ന ചോദ്യമാണ് കേരള സമൂഹം ചോദിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ തന്നെ നമ്മളൊക്കെ കേൾക്കുന്നത്. ഇയാളെ പോലൊരു കൊടും കുറ്റവാളി എങ്ങനെ രക്ഷപ്പെട്ടു, അതും അതീവ സുരക്ഷാ മേഖലയായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന്. നമ്മൾ സ്വാഭാവികമായും ഇത്തരം കുറ്റവാളികൾ, ജയിൽ ശിക്ഷ, ഇപ്പം ജീവപര്യന്തം തടവ് ശിക്ഷിച്ചവർ,
വധശിക്ഷയ്ക്ക് വിധിച്ചവർ, അവരെയൊക്കെ അതീവ ഗൗരവത്തോടെ ജയിൽ അധികൃതർ വീക്ഷിക്കാറുണ്ട്. അതാണ് പ്രത്യേക ജയിൽ മാനുവൽ തന്നെ പറയുന്നത് അതാണ്. അപ്പോൾ ആ ജയിൽ മാനുവലിനനുസരിച്ചുള്ള പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ കണ്ണൂർ ജയിലിലെ ഉദ്യോഗസ്ഥന്മാര് ഇയാളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകും, പുറത്തു നിന്നുള്ള സഹായം ഉണ്ടാകും. അല്ലാതെ ഇതൊരിക്കലും സംഭവിക്കില്ല. വാസ്തവത്തിൽ കണ്ണൂർ ജയിലിനെ പറ്റി നിങ്ങൾക്കറിയാമല്ലോ, വലിയ പരാതി എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. രാഷ്ട്രീയവും ക്രിമിനൽസുമായിട്ടുള്ള ബന്ധം, തടവുപുള്ളികളും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ വളരെ മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. അപ്പൊ കണ്ണൂർ ജയിലിനെ സംബന്ധിച്ച് ഇത്തരം പരാതികൾ സ്വാഭാവികമായി പലപ്പോഴും ഉയർന്നു വരാറുള്ളതാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയായി ഞാൻ എന്ന കാലത്ത് ഞങ്ങൾ ജയിൽ ഓഡിറ്റ് നടത്താറുണ്ട്, സുരക്ഷാ ഓഡിറ്റുകൾ നടത്താറുണ്ട്. അത് നടത്തുകയും ഓരോ ഘട്ടത്തിലും ഇത്തരം ലൂപ്പ് ഹോൾസ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട്. ഇതൊന്നും ഉണ്ടായില്ല. ജയിൽ വകുപ്പിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയമാണ്. ഏതായാലും എത്രയും പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താൻ പോലീസും ജയിൽ അധികൃതരും ചേർന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ ഒട്ടുക്കുള്ള ജയിലുകളുടെയൊക്കെയുള്ള ഒരു സുരക്ഷ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം അലംഭാവമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് എന്ന ചോദ്യം കൂടിയാണ് ഈ വിഷയം ഉയർത്തുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്രയും ഒരു കൊടും കുറ്റവാളിയെ നിരീക്ഷിക്കാനും അയാളുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കാനും ജയിൽ അധികൃതർക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് ഇനി അവർക്ക് ഔട്ട്സൈഡിൽ നിന്ന് എന്തെങ്കിലും സഹായം കൂടെ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. ഏതായാലും ഇത് ആഭ്യന്തര വകുപ്പിന്റെയും ജയിൽ വകുപ്പിന്റെയും ഒരു പരാജയമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടത്. വളരെ നന്ദി ശ്രീ രമേശ് ചെന്നിത്തല ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. രഞ്ജിത്ത് രാമചന്ദ്രൻ തുടരുന്നുണ്ട്. രഞ്ജിത്ത്, 10ാം ബ്ലോക്ക് അതീവ സുരക്ഷാ ഇടമാണ്. അവിടെ നിന്നാണ് ഈ കൊടും കുറ്റവാളി ഈ ഒറ്റക്കൈ ഉപയോഗിച്ച് സെല്ലിന്റെ കമ്പി മുറിച്ച് തുണി കെട്ടി വടമുണ്ടാക്കി ഫെൻസിംഗിൽ കുരുക്കി മതിൽ ചാടി രക്ഷപ്പെട്ടത്. ഈ ദൗത്യത്തിന് എത്രത്തോളം സമയമെടുക്കുമെന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയങ്ങളിലൊന്നും അവിടെ ഒരു പെട്രോളിംഗ് നടന്നില്ലേ? സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഒന്നും പരിശോധന നടത്തിയിരുന്നില്ലേ? റോന്ത് ചുറ്റിയിരുന്നില്ലേ? എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളാണ് മുന്നിലുള്ളത്. എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ അലംഭാവം ഉണ്ടായിരിക്കുന്നു. അവരുടെ ജോലിയിൽ അനാസ്ഥ സംഭവിച്ചിരിക്കുന്നു എന്നത് പകൽ പോലെ വ്യക്തം. ഇത് ദീർഘനാളത്തെ ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ മറ്റുമാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ പരിശോധന തുടരുന്നത്. അത്തരത്തിൽ എങ്ങനെ ജയിൽ ചാടി എന്ന ഒരു പരിശോധന ഒരു തലത്തിൽ നടക്കുന്നുണ്ട്. മറ്റൊരു തലത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാൾ എവിടെ എന്ന കാര്യത്തിലും വിശദമായ തെരച്ചിൽ നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആര്യ, ഇങ്ങനെ ഒരു കൃത്യം നടത്തണം എങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ ആസൂത്രണം നേരത്തെ തന്നെ ഉണ്ടായിരിക്കണം. നേരത്തെ ആര്യ ചൂണ്ടിക്കാട്ടിയ സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം. കാരണം പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിരുന്നോ, അതോ സഹതടവുകാരുടെ ആരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രഞ്ജിത്ത്, അഡ്വക്കേറ്റ് സുരേഷ്, ശ്രീ സുരേഷൻ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് നമുക്ക് മുന്നിലുള്ളത്. അകത്തു നിന്ന് സഹായം ലഭിക്കാതെ ഈ വ്യക്തിക്ക് അത് സാധ്യമാകുമോ, ഈ ജയിൽ ചാട്ടം സാധ്യമാകുമോ എന്ന ചോദ്യം മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു വലിയ തരത്തിൽ എല്ലാവരും നടക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത നമുക്ക് കിട്ടിയപ്പോൾ എങ്ങനെ നടന്നു, എന്ത് നടന്നു എന്നുള്ളത് അന്വേഷണ ഏജൻസിയാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് അതിൽ അഭിപ്രായം പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലുള്ളത്. ഇപ്പോൾ സഹായം ലഭിച്ചോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളൊക്കെ നടത്തുന്നതിന് മുമ്പ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ടല്ലോ, സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നത്. അത് തീർച്ചയായിട്ടും നമുക്കത് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ഒരു പ്രതി, പ്രത്യേകിച്ച് കൊടും കുറ്റവാളി ചാടിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും സുരക്ഷാ വീഴ്ചയുണ്ട്. അതിനെ വ്യക്തികളൊന്നും നമ്മൾ കുറ്റം പറയാം. അത് കൃത്യമായി പഠിച്ചിട്ട് തന്നെ തീരുമാനം എടുക്കേണ്ടി വരും. ഓക്കെ, വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് സുരേഷിന് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രഞ്ജിത്ത് തുടരുന്നുണ്ട്. രഞ്ജിത്ത്, തുടരാം. തീർച്ചയായും ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം, DGP ഇയാൾ രക്ഷപ്പെട്ടതിന് ശേഷം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. പൊതുജനങ്ങൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം DGPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. കാരണം കൊടും കുറ്റവാളിയാണ്, കൊടും ക്രിമിനലാണ്, 10-13 വർഷത്തോളം ജയിലിൽ കിടന്ന ഒരാളാണ്. സ്വാഭാവികമായും ഇയാളുടെ മാനസിക നില എന്തായിരിക്കും എന്ന കാര്യത്തിൽ പോലീസിന് വലിയ തോതിലുള്ള ആശങ്കയും മറ്റുമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആര്യ ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സുപ്രധാന വിവരം എന്ന് പറയുന്നത്, ഈ ജയിലിന്
2 മതിലുകളുണ്ട്. ഇതിൽ ആദ്യത്തെ മതിലാണ് ഈ സെല്ലിനോട് ചേർന്നുള്ളത്. ഈ സെല്ലിനോട് ചേർന്നുള്ള മതിലാണ് ഇയാൾ തുണികൾ കൊളുത്തി രക്ഷപ്പെട്ടത്. തുണികൾ കൊളുത്തി അതിൽ കയറി രക്ഷപ്പെട്ട പശ്ചാത്തലം ഒരുക്കുന്നത്. രണ്ടാമത്തെ മതിലിനുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വെക്കണം. പക്ഷേ ഈ ഇലക്ട്രിക് ഫെൻസിംഗിൽ സാധാരണ സമയത്ത് വൈദ്യുതി കടന്നു പോകുന്നതാണ്. തടവുകാർക്ക് രക്ഷപ്പെടാതിരിക്കാനായി ഈ സുരക്ഷിതത്വമുള്ള ജയിലുകളിലൊക്കെ സാധാരണ ഇത്തരം ഫെൻസിങ്ങുകൾ സ്ഥാപിക്കാറുണ്ട്. പക്ഷേ ഇയാൾ രക്ഷപ്പെട്ട സമയത്ത് ഈ ഫെൻസിംഗിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതായത് വൈദ്യുതിയുടെ പ്രവാഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം വളരെ നിർണായകമായ ഒരു കാര്യമാണല്ലോ രഞ്ജിത്ത്. ഈ സമയത്ത് മാത്രം എങ്ങനെ ആ ഇലക്ട്രിക് ഫെൻസിംഗിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നില്ല? ആർ ഓഫ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ഓഫായി എന്ന വലിയ ചോദ്യം. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ അകത്തുള്ള ഏതെങ്കിലും ആളുകളുടെ, അതായത് ഉദ്യോഗസ്ഥരുടെ ആരുടെയെങ്കിലും സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഗോവിന്ദചാമിക്ക് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ സംശയം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതനുസരിച്ചുള്ള അന്വേഷണവും ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട്. സാധാരണയായി രാത്രികാലങ്ങളിൽ, പ്രത്യേകിച്ച് പകൽ അങ്ങനെ ഇലക്ട്രിക് ഫെൻസിംഗുമായി ബന്ധപ്പെട്ട് വൈദ്യുതി പ്രവാഹം എല്ലാ സമയത്തും ഉണ്ടാകാറില്ല എങ്കിൽ പോലും രാത്രിയിൽ തടവ് പുള്ളികളെല്ലാം ജയിലിലെത്തിക്കഴിഞ്ഞാൽ, അവരവരുടെ സെല്ലുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഏതാനും ജയിൽ ഉദ്യോഗസ്ഥർ മാത്രമായിരിക്കും ഇവിടെ റോന്തി ഉറ്റുക, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി രാത്രികാലങ്ങളിൽ, പ്രത്യേകിച്ചും ഈ 1:30 മണി എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് കൃത്യമായി തന്നെ വൈദ്യുതി പ്രവാഹം ഈ ഇലക്ട്രിക് ഫെൻസിംഗിൽ കൂടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതാ ഇന്നലത്തെ ദിവസം ഉണ്ടായിരുന്നില്ല. ഇതിൽ പിടിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്ന വിവരം കൂടി നമുക്ക് കണ്ണൂരിൽ നിന്ന് ലഭ്യമാകുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതേറെ നിർണായകമായ ഒന്നു തന്നെയാണ്. അവിടെയാണ് പലവിധ സംശയങ്ങൾ പോലീസിന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോവിന്ദചാമിയിലേക്ക് വന്നാൽ, നേരത്തെ പറഞ്ഞതുപോലെ വികലാംഗനാണ്, ഒരു കൈ ഇല്ലാത്ത ആളാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞതുപോലെ അതിക്രൂരമായി സൗമ്യയെ കൊലപ്പെടുത്തിയ ഒരു കൊലയാളിയാണ്, കുറ്റവാളിയാണ്. ദീർഘനാളത്തെ വിചാരണയ്ക്ക് ശേഷം ഇയാളുടെ വധശിക്ഷ സുപ്രീം കോടതി വലിയ ഈ പറഞ്ഞതുപോലെ വധശിക്ഷ നൽകാൻ സാധിക്കാത്ത തെളിവുകൾ അത് കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ ഇയാൾക്ക് ജീവപര്യന്തമായി കുറച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. 2017 ഏപ്രിൽ 28-നാണ് 6-അംഗ സുപ്രീം കോടതി ബെഞ്ച് ഈ കേരള സർക്കാരിന്റെ റിവിഷൻ പെറ്റീഷൻ തള്ളിയ സാഹചര്യം ഒരുങ്ങുന്നത്. ഇയാളുടെ വധശിക്ഷ ശരിവെക്കണം എന്നാവശ്യപ്പെട്ട് 2025 അതായത് 7 വർഷത്തേക്കുള്ള ഇംപ്രൂവ്മെന്റ് തടവ് ശിക്ഷ ഇയാൾക്ക് നൽകുന്ന ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതും മറ്റും ആ സമയത്താണ്. നേരത്തെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിയാണ് വധശിക്ഷ ഇയാളുമായി ബന്ധപ്പെട്ട 2011 നടന്ന സംഭവത്തിൽ വധശിക്ഷ വിധിക്കുകയും തുടർന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയ ഇയാൾ, ഈ ആളൂർ എന്ന അഭിഭാഷകൻ, നമുക്കറിയാം ഈയിടെ മരണപ്പെട്ട അഡ്വക്കേറ്റ് ആളൂരാണ് ഇയാളുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നടത്തിക്കൊണ്ടിരുന്നത്. ആളൂരിന്റെ ഒരു വലിയ വിജയമൊക്കെയായി അന്ന് ചിത്രീകരിക്കപ്പെട്ടിരുന്നു. കാരണം 7 വർഷം തടവ് ശിക്ഷയാക്കി കുറച്ചിരുന്നു. ഏതാനും മാസങ്ങൾക്കകം ഒരുപക്ഷെ ജയിൽ മോചിതരാകുന്ന സാഹചര്യത്തിലേക്ക്, കാരണം ഇത്രയും കാലം പണിഷ്മെന്റ് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഏതാനും മാസങ്ങൾക്കകം ജയിൽ മോചിതനാകുന്ന നിലയിലേക്ക് ഇയാൾ ഗോവിന്ദചാമി എത്തിയ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്ര വലിയ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്ന് ഏറെ നിർണായകമായ കാര്യമാണ്. ഇപ്പോൾ കൂടുതൽ പോലീസ് സേന അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ അവിടേക്ക് എത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് സംഘത്തെ നിയോഗിച്ച് ഈ ജയിലിന് ചുറ്റുമുള്ള പരിശോധന കാര്യക്ഷമമാക്കാനും കർശനമാക്കാനും നിർദ്ദേശമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അധിക ദൂരം ഇയാൾ യാത്ര ചെയ്യാനുള്ള സാഹചര്യം പോലീസ് സംശയിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ പോലീസ് കരുതുന്നില്ല. പക്ഷേ നമുക്കൊരു പ്രത്യേക പശ്ചാത്തലമുള്ളത് 1:30 മണിക്ക് ശേഷം ഏതാണ്ട് 5 മണിക്കൂറിന് ശേഷമാണ് പുറം ലോകം ഈ വിവരം അറിയുന്നത്. 5-6 മണിക്കൂറിന് ശേഷമാണ് പുറം ലോകം ഈ വിവരം അറിയുന്നത് എന്നുള്ള സംഗതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ സമയം കൊണ്ട് ട്രെയിനിലോ ബസ്സിലോ കയറി ഇയാൾ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലേക്കോ കടക്കാനുള്ള സാഹചര്യമുണ്ട്. പുറത്തെത്തിയാൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ സംരക്ഷിക്കാനുള്ള ആരെങ്കിലും തയ്യാറെടുത്തിരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലടക്കം ഇനി കാര്യങ്ങൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഇയാൾക്ക് ഒളിതാവളം ഒരുക്കാനും മറ്റുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ ഏറെ നിർണായകമായ, ഏറെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ട അത്തരത്തിലൊരു അന്വേഷണം തന്നെ നടക്കേണ്ടതുണ്ട്. രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ആ വിധി കേരള സമൂഹത്തെ ഒന്നാകെ വിഷമിപ്പിച്ചതാണ്, ദുഃഖത്തിലാഴ്ത്തിയതാണ്. നമ്മളെല്ലാം വധശിക്ഷ നൽകണമെന്ന് തന്നെ ആഗ്രഹിച്ച, അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു കേസായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഗോവിന്ദചാമിക്ക് വധശിക്ഷയിൽ നിന്ന് കുറച്ച് ജീവപര്യന്തമാക്കിയുള്ള ഉത്തരവാണ്
സുപ്രീം കോടതിയിൽ നിന്ന് വന്നത്. അത് നമ്മളെയൊക്കെ വേദനിപ്പിച്ചു. അതിന് അപ്പുറം ഇപ്പോൾ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രതി ആ ശിക്ഷാ കാലാവധി പൂർത്തിയാകാതെ പുറത്തിറങ്ങുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാടിപ്പോയി എന്ന് പറയുന്നത് കേരള സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് വകുപ്പിന് ഒന്നാകെ ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമായി ഇത് മാറുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഊർജിതമായ അന്വേഷണം തന്നെ, തെരച്ചിൽ തന്നെ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്രയും വേഗം ഗോവിന്ദചാമിയെ പിടികൂടാനുള്ള ദൗത്യത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ സംസ്ഥാനത്തൊട്ടുക്ക് ഒരു അലേർട്ട് എന്ന വിധം പോലീസ് വകുപ്പ് ഇപ്പോൾ നൽകുന്നുണ്ടോ? എങ്ങനെയാണ് ഈ അന്വേഷണം, തെരച്ചിൽ പുരോഗമിക്കുന്നത്? ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആര്യ, കണ്ണൂർ സെൻട്രൽ ജയിൽ ദേശീയപാതയുടെ തൊട്ട് മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയപാത തൊട്ട് മുന്നിലാണ്. ജയിൽ കവാടത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ ദേശീയപാതയിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. കോഴിക്കോട് ഭാഗത്തേക്കും കാസർഗോഡ് ഭാഗത്തേക്കും പോകാൻ ഈ ദേശീയപാത ഉപയോഗിക്കാം എന്നുള്ളതാണ്. ജയിലിനോട് ചേർന്നുള്ള മറ്റ് പ്രദേശങ്ങൾ ജയിലിന്റെ ഭൂമികളും കോളേജുകളും മറ്റുമായതിനാൽ അവിടേക്കൊന്നും ഇയാൾ പോകാനുള്ള സാഹചര്യങ്ങളോ സാധ്യതകളോ ഇല്ല. പക്ഷേ മുൻവശത്തെ കവാടത്തിൽ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണവും CCTV ക്യാമറകളും മറ്റുമുള്ളത് കൊണ്ട് ഇയാൾക്ക് ആ വഴി രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ അല്പം പ്രശ്നമുള്ള കാര്യമാണ്. വനിതാ ജയിലിന്റെ ഭാഗത്തുകൂടിയുള്ള വഴിയാണ് മറ്റൊരു സാധ്യതയായി പോലീസ് കണക്കാക്കുന്നത്. ആ ഭാഗം വിജനമാണ്. ഈ പ്രദേശത്ത് നിന്ന് മുന്നോട്ട് പോയാൽ കുറേ സ്ഥലങ്ങളിലൊക്കെ വിജനമായ സ്ഥലങ്ങളുണ്ട്, കുറ്റിക്കാടുകളുണ്ട്, ഒപ്പം നേരത്തെ പറഞ്ഞ പോലെയുള്ള ആൾതാമസമില്ലാത്ത പല കെട്ടിടങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വനിതാ ജയിലിന്റെ മുൻവശത്തു കൂടി ഇയാൾ ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള സാധ്യതയിലേക്കാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതനുസരിച്ചുള്ള CCTV ക്യാമറകളുടെ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ ലഭ്യമാക്കുന്നുണ്ട്. അതായത് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിലിൽ നിന്നും ഒരാൾക്ക് തനിയെ പുറത്തേക്ക് ചാടാൻ കഴിയില്ലെന്നും പുറത്തു നിന്നോ അകത്തു നിന്നും സഹായം ലഭ്യമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ പോലീസ് പ്രാഥമിക നിഗമനമായി ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായത്. മറ്റൊരു പ്രധാന കാര്യം, ഇയാൾ ജയിൽ വേഷത്തിൽ തന്നെയാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ജയിൽ വേഷത്തിൽ ഇയാൾ രക്ഷപ്പെടുമ്പോൾ വേഷം മാറാനുള്ള സാഹചര്യം കൂടിയുണ്ട്, പശ്ചാത്തലം കൂടിയുണ്ട്. ഇതനുസരിച്ചൊക്കെ നോക്കിയാൽ എന്താണ് ഇയാൾ, ഏത് തരത്തിലാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുക എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സുരക്ഷാ വീഴ്ച വലിയ ഗുരുതരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ, അതനുസരിച്ചുള്ള തെരച്ചിലുണ്ട്. ഏതായാലും വിഷയം വലിയ ഗൗരവമായി പോലീസ് എടുത്തിട്ടുണ്ട്. വ്യാപകമായ തെരച്ചിൽ ഈ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇയാൾ രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും, ഏത് തരത്തിലൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ പരിശോധനയുണ്ട്. രക്ഷപ്പെട്ടാൽ തന്നെ എങ്ങോട്ടേക്ക് ഇയാൾ മൂവ് ചെയ്യാനുള്ള പശ്ചാത്തലമുണ്ട് എന്നത് പരിശോധിക്കുന്നുണ്ട്. ഇയാൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു കൈ മാത്രമേ ഉള്ളൂ. ഈ കൈ ഇല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് ഇയാളെ തിരിച്ചറിയാനൊക്കെ ജനത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ഇപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട അലേർട്ടുകളും മുന്നറിയിപ്പുകളും പോലീസ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. കാരണം ക്രിമിനൽ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ. തമിഴ്നാട് സ്വദേശിയാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഈ തൃശൂർ അതിവേഗ കോടതിയുടെ വിധിയാണ് ആദ്യം നമുക്കറിയാം ഇയാളുമായി ബന്ധപ്പെട്ട വധശിക്ഷ പ്രഖ്യാപിച്ചത്. തുടർന്ന് ഗോവിന്ദചാമി നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി കയ്യിലായതുകൊണ്ട് തന്നെ അതും പരിശോധിച്ച് വരികയാണ്. സ്വാഭാവികമായും CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ കൃത്യമായി തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ പരിശോധിക്കുകയാണ്. ആര്യ, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കയ്യനായിട്ടുള്ള ഈ വ്യക്തി ഈ ദൗത്യം എങ്ങനെ നടപ്പാക്കി എന്നതാണ് കേരള സമൂഹത്തിന് ഒന്നാകെ ഇപ്പോൾ മുന്നിലുള്ള സംശയം. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകുന്നത്. രഞ്ജിത്ത്, തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം ടോം കുര്യാക്കോസും കണ്ണൂരിൽ നിന്ന് KV ബൈജു കൂടി ചേരുകയാണ്. ആദ്യം ടോം കുര്യാക്കോസിലേക്ക് പോകുന്നു. ടോം, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 മീറ്റർ നീളമുള്ള ഉയരമുള്ള ഒരു മതിൽ, അത് ഈ വടം കെട്ടിയിരിക്കുന്നത് തുണികൾ കൂട്ടിക്കെട്ടിയാണ്. ഒരു ഇലക്ട്രിക് ഫെൻസിംഗിൽ കെട്ടിയാണ് ഈ വടം പുറത്തേക്ക്, അത്തരത്തിലാണ് ഈ ദൗത്യം ഈ ഗോവിന്ദചാമി എന്ന കൊടും ക്രിമിനൽ നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കൃത്യസമയത്ത് ഈ ഇലക്ട്രിക് ഫെൻസിംഗിലെ വൈദ്യുതി പ്രവാഹം എങ്ങനെ നിലച്ചു? ആരെങ്കിലും അത് ഓഫ് ചെയ്ത് കൊടുത്തതാണോ? അല്ലെങ്കിൽ ഗോവിന്ദചാമിക്ക് അത് ഓഫ് ചെയ്യാൻ തക്ക വിധം എങ്ങനെ അത് സാധിച്ചു? ഒരുപാട് ചോദ്യങ്ങൾ, സംശയങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. തീർച്ചയായും ആര്യ, കാരണം ഈ കേസിന്റെ പശ്ചാത്തലവും പരിശോധിച്ചാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റക്കയ്യനായ ഈ ഗോവിന്ദചാമി എങ്ങനെയാണ് ഒരു യുവതിയെ കൊലപ്പെടുത്തി, അതായത് ബലാത്സംഗത്തിനിടെ കൊലപ്പെടുത്തുക എന്ന ചോദ്യം പോലും സുപ്രീം കോടതി ഉന്നയിച്ചതാണ്. അങ്ങനെ ഒരു ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് എങ്ങനെയാണ് അതീവ സുരക്ഷയുള്ള
ഒരു ജയിലിൽ നിന്നും ഇത്രയ്ക്കും അതിവിദഗ്ധമായി പുറത്തിറങ്ങാൻ കഴിഞ്ഞത്, ജയിൽ ചാടാൻ കഴിഞ്ഞത് എന്ന സംശയവും സ്വാഭാവികമായും ഉയർന്നു വരാം. അതല്ലെങ്കിൽ ആ ഒറ്റക്കൈ കൊണ്ട് അതിവിദഗ്ധമായി ഇത്തരം ക്രൂരകൃത്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ ഇതേ രീതിയിൽ തന്നെ ഈ തന്ത്രപരമായി നീക്കങ്ങൾ നടത്താനും സാധിക്കാം. അങ്ങനെ പല സംശയങ്ങളും പല ചോദ്യങ്ങളും എന്തായാലും ഉയരുന്നുണ്ട്. ഈ ഒരു കേസ്, അതായത് സൗമ്യ വധക്കേസ്, കേരള മനസാക്ഷി അങ്ങേറ്റം ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. നമുക്കറിയാം 2011 ഫെബ്രുവരി 1 എറണാകുളത്ത് നിന്നും ഷൊർണൂർക്ക് പോകുകയായിരുന്ന തീവണ്ടിയിൽ, അതായത് ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ച് സൗമ്യ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. ട്രെയിനുകളിൽ ഭിക്ഷാടനം നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദസ്വാമി ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കി സൗമ്യയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു അന്ന് പുറത്തു വന്ന വിവരങ്ങൾ. അതായത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് ചികിത്സയിലിരിക്കെ മരണമടയുന്നു. ചോരമാർന്ന അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ ഗോവിന്ദസ്വാമി ക്രൂരപീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ആക്രമണത്തിൽ സൗമ്യയുടെ താടിയെല്ല് തകരുകയും പല്ലുകൾ അടർന്നു പോവുകയും ശരീരത്തിന് ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തിരുന്നു. ശരീരത്തിലെ മിക്ക അവയവങ്ങൾക്കും ക്ഷതമേറ്റിരുന്നു. പോലീസ് ഗോവിന്ദസ്വാമിയെ പിടികൂടുമ്പോൾ ചെറുത്തുനിൽപ്പിനായി സൗമ്യ മാന്തി മുറിച്ചതിൽ 27 പോറലുകൾ അയാളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതാണ്. പിന്നീട് തൃശൂർ അതിവേഗ കോടതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടക്കുന്നത്. പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്ന 15 കുറ്റങ്ങളിൽ കൊലപാതകം, ബലാത്സംഗം, മോഷണം തുടങ്ങിയവ സംശയാതീതമായി തെളിയിക്കാൻ അന്ന് പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. പ്രതി ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഭീഷണിയാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ അതിവേഗ കോടതി ഗോവിന്ദസ്വാമിക്ക്, അതായത് 2011 നവംബർ 11 ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. ഈ ഒരു കേസ് നടന്നു, ഈ സംഭവം നടന്നു 1 വർഷം തികയും മുൻപ് തന്നെ കേസിലെ പ്രതിയായിട്ടുള്ള ഈ ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ വിധിക്കാൻ അന്ന് പ്രോസിക്യൂഷന് കോടതിക്ക് കഴിഞ്ഞിരുന്നു. കേസ് അന്വേഷിച്ച പോലീസുകാരും പിന്നീട് ഈ കീഴ്ക്കോടതിയുമെല്ലാം അതിവിദഗ്ധമായി തന്നെയാണ് തെളിവുകൾ അക്കമിട്ട് നിർത്തിയെന്ന് കോടതിയിലും ഈ കേസുകളുടെ വിചാരണ നടപടികളൊക്കെ അന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ഗോവിന്ദസ്വാമിക്ക് ശിക്ഷ വിധിക്കുന്നത്. പക്ഷെ പിന്നീട് ഈ തൃശൂർ അതിവേഗ കോടതി വിധിച്ച വധശിക്ഷ ഹൈക്കോടതി അന്ന് ശരിവെക്കുകയും ചെയ്തതാണ്. എന്നാൽ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ പിന്നീട് ആ കേസ് മാറി മറിയുന്നു. കീഴ്ക്കോടതിയും ഹൈക്കോടതിയും വിധിച്ച തൂക്കുകയറ്, അതായത് വധശിക്ഷ സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴേക്കും പ്രതിക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നു. ഈ അപ്പീലിൽ സുപ്രീം കോടതിയിൽ കൊലപാതക കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. ഇതോടെ വധശിക്ഷ പിന്നീട് 7 വർഷത്തെ കഠിന തടവായി കുറയ്ക്കുകയാണുണ്ടായത്. ഒപ്പം തന്നെ ഈ സുപ്രീം കോടതി ബലാത്സംഗ കുറ്റം അംഗീകരിക്കുകയും ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന ഇരയോട്, ഈ സൗമ്യയോട് കാണിച്ച ക്രൂരത കണക്കിലെടുത്ത് ജീവപര്യന്തം തടവ് ശിക്ഷയും അംഗീകരിച്ചു. 2 ശിക്ഷകളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നായിരുന്നു അന്ന് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയെങ്കിലും അത് അംഗീകരിക്കാനെന്ന് സുപ്രീം കോടതി തയ്യാറായില്ല. അങ്ങനെ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസ്. അന്ന് അഡ്വക്കേറ്റ് BA ആളൂരായിരുന്നു ഗോവിന്ദസ്വാമിക്ക് വേണ്ടി തൃശൂർ അതിവേഗ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ പ്രതിക്ക് വേണ്ടി അന്ന് ഹാജരായത്. ഇപ്പോൾ നമുക്കറിയാം BA ആളൂര് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിന് അനാരോഗ്യം കാരണം മരണപ്പെടുന്നത്. പക്ഷേ ഇന്ന് ഈ ഗോവിന്ദസ്വാമി ജയിലിൽ നിന്നും ഇത്ര അതിവിദഗ്ധമായി അതീവ സുരക്ഷയുള്ള ജയിലിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ പല ചോദ്യങ്ങളും, അന്ന് സുപ്രീം കോടതി ഉന്നയിച്ച പല ചോദ്യങ്ങളും വീണ്ടും സ്വാഭാവികമായും ഉയർന്നു വരാം. എങ്ങനെയാണ് ഈ ഒറ്റക്കയ്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഒരു പെൺകുട്ടിയെ ഇത്രയ്ക്ക് ഒരു കൊലപ്പെടുത്താൻ കഴിയുന്നത്? അന്ന് സാക്ഷിമൊഴികളില്ലായിരുന്ന കേസായിരുന്നു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് കേസ് തെളിയിക്കാൻ, അതായത് കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും വന്ന കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞത്. പക്ഷെ സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതിയുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു, ഒറ്റക്കയ്യനായ ആൾ എങ്ങനെ കൊലപ്പെടുത്തി. കാരണം ട്രെയിനിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ അന്ന് പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം ഇതായിരുന്നു, ഈ രീതിയിൽ ഒരു ബലാത്സംഗ ശ്രമത്തിനിടെ സൗമ്യ ട്രെയിനിൽ നിന്ന് ചാടുന്നു. അതിനുശേഷമാണ് ഈ ബലാത്സംഗം ഉണ്ടായത്. ട്രെയിനിൽ ചാടിയ ആഘാതത്തിലാണ് സൗമ്യയുടെ മരണം സംഭവിച്ചതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അതായത് കൊലപാതക കുറ്റം നിലനിൽക്കില്ല എന്ന് അന്ന് പ്രതിഭാഗം വാദിച്ചതാണ്. പക്ഷേ ഈ ഒറ്റക്കയ്യനായിട്ടുള്ള വ്യക്തി സ്വാഭാവികമായും അയാൾ കരുത്തനാണ്. അയാൾ ശാരീരികമായി കരുത്തനായിട്ടുള്ള വ്യക്തിക്കും ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ സംഭവത്തോടു കൂടിയും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം
അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും ഈ വടം ഉപയോഗിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒറ്റക്കൈനായ വ്യക്തി സ്വാഭാവികമായും കഴുത്തനാകാം. അതല്ലെങ്കിൽ മറ്റൊരാളുടെയെങ്കിലും കൃത്യമായ ഒരു സഹായം ഗോവിന്ദസ്വാമിക്ക് ലഭിച്ചിട്ടുണ്ടാകാം. എന്തായാലും പോലീസ് ഗോവിന്ദസ്വാമിക്ക് വേണ്ടി മല വിരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടിട്ട് ഏതൊക്കെ ഭാഗങ്ങളിലേക്കാകാം പോയത്, ഈ സാധ്യതകളെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. ടോം കുര്യാക്കോസാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഊർജിതമായ അന്വേഷണം പുരോഗമിക്കുകയാണ്, തെരച്ചിൽ പുരോഗമിക്കുകയാണ്. KV ബൈജു കൂടി നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. ബൈജു, കണ്ണൂർ നഗരത്തിൽ അടക്കം വ്യാപകമായ പരിശോധന പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ഈ അന്വേഷണം, തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ആര്യ, നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം ഈ ഗോവിന്ദസ്വാമിക്കായി കണ്ണൂരും പരിസര പ്രദേശങ്ങളിലും എല്ലാം വ്യാപകമായ തെരച്ചിൽ നടത്തുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച ജയിലധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഇതിന് ലഭിച്ചിട്ടുണ്ടെന്ന ഒരു സൂചന പോലും ഇതിൽ ലഭിക്കുന്നുണ്ട്. കാരണം D ബ്ലോക്ക് നമുക്കറിയാം, അത്രത്തോളം സുരക്ഷ ഉള്ള ഒരു ബ്ലോക്കാണ് D ബ്ലോക്ക്. ആ D ബ്ലോക്കിൽ നിന്നും ഗോവിന്ദസ്വാമി എങ്ങനെ രക്ഷപ്പെട്ടു എന്നതാണ്. ഏതായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം കണ്ണൂരും പരിസര പ്രദേശങ്ങളിലും നൽകിയിട്ടുണ്ട്. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വ്യക്തിയാണ് ഗോവിന്ദസ്വാമി. അത്രത്തോളം സ്ത്രീകൾ ഉൾപ്പെടെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇത്തരത്തിൽ ജയിൽ ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെ പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. 1:10 പുലർച്ചെ 1:10 ഇത്തരത്തിൽ ജയിൽ ചാടിയെന്ന സ്ഥിരീകരണമാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജുമായി അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ വളരെ പെട്ടെന്ന് ആകും. കാരണം ഈ കൈ സുഖമില്ലാത്ത ഒരാളാണ്, ഒരു കൈപ്പത്തി ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ വളരെ പെട്ടെന്നാകും. ആ രീതിയിൽ പരിശോധന നടത്തുന്നു. ഒപ്പം കർണാടകയിലും തമിഴ്നാട്ടിലേക്കും കടക്കാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം ഇയാൾ മൈസൂറുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. പുറത്തു നിന്നും കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട്. വാഹനം ഉൾപ്പെടെ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും ഇയാൾ ഈ വസ്ത്രം അത് കയറുപോലെയാക്കി D ബ്ലോക്കിൽ ഒരു മതിലുണ്ട്. ആ മതിലും കടന്ന് അതിനപ്പുറമുള്ള ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിംഗ് ആണ്. ആ ഇലക്ട്രിക് ഫെൻസിംഗിൽ വൈദ്യുതി ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് കൃത്യമായ ജയിലധികൃതരിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സഹായം എന്ന ഒരു സംശയമാണ് പോലീസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതായാലും പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഇയാളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കൊടും ക്രിമിനലാണ് ഇത്തരത്തിൽ ജയിൽ ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശങ്ങളിലൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് കൃത്യമായി ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും മുഴുവൻ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ജയിൽ DIG ഇന്ന് സന്ദർശനം ഉണ്ടാവാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള ജയിൽ ചാട്ടം. അതും ഇയാൾക്ക് അനുകൂല ഘടകമായി ഉപയോഗിച്ചെന്ന് വേണം കരുതാൻ. എന്തായാലും ജയിലിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും സഹായം ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശ കൂടി ഇതിനുണ്ട് എന്ന ഒരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി തെരച്ചിൽ നടത്തുന്നുണ്ട്. ട്രെയിനുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സാധ്യമായ എല്ലാ വഴികളും സ്വാഭാവികമായും പോലീസ് തേടുമല്ലോ. പ്രാഥമികമായി പരിശോധിക്കുന്നത് ഈ ജയിലുമായി ബന്ധപ്പെട്ട അടുത്ത് നിൽക്കുന്ന മേഖലകളിൽ തന്നെ ഒളിച്ചിരിക്കാനുള്ള ഒരു സാധ്യത, അതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നുണ്ടാകും. അതിനപ്പുറം ഇപ്പോൾ ഗോവിന്ദസ്വാമി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ, അതിർത്തി വിടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിൽ, ഏത് റൂട്ടിൽ കൂടി യാത്ര ചെയ്യാനായിരിക്കാം കൂടുതൽ സാധ്യത എന്നതടക്കമുള്ള ഒരു നിഗമനം പോലീസിനുണ്ടാകുമല്ലോ. അത്തരത്തിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? ട്രെയിൻ മാർഗം രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതിനിടെ തന്നെ വാഹനം എത്തിച്ച് ഇയാളെ പുറത്തു കൊണ്ടുപോയ ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഏതായാലും 1:10 ഇത്തരത്തിൽ ജയിൽ ചാടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിവരം ജയിലധികൃതർ അറിയുന്നത് 4 മണിക്കൂറിന് ശേഷമാണ്. ഇയാൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ കൃത്യമായ സമയം ഇതിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടകയിലെ മൈസൂരിൽ ഇയാൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഇയാളുടെ സ്വന്തം നാടായ തമിഴ്നാട്ടിൽ. പക്ഷെ തമിഴ്നാട്ടിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്, ക്രിമിനൽ കേസുകളുണ്ട്. കർണാടകയിൽ കടക്കാനുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. എന്തായാലും ഈ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കുന്നത് വലിയ ദൂരം ഇയാൾ എത്തിയിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ് എന്നാണ്. കാരണം പോലീസ് 4 മണിക്കൂറിനകം തന്നെ പോലീസ് ഈ വിവരം പോലീസിന് അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ആ സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൊടും കുറ്റവാളിയാണ് ഇത്തരത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും പരിസര പ്രദേശങ്ങളും പോലീസ് ഇപ്പോൾ അരിച്ചു പറക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ഇവിടങ്ങളിലെല്ലാം പോലീസ്
പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്നാലും ഇപ്പോഴും ഈ ജയിലുമായി ബന്ധപ്പെട്ട കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പ്രതികൾക്ക് ഇത്തരത്തിൽ വലിയ തോതിലുള്ള സംരക്ഷണം നൽകുന്ന പല വാർത്തകളും നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇത്രത്തോളം വലിയ കൊടും കുറ്റവാളിയായ, ഒരുപക്ഷെ കേരളം കണ്ടിട്ടില്ലാത്ത, ഇനി ഈ രീതിയിലുള്ള ഒരു കുറ്റവാളി കാണാനിടയില്ലാത്ത ഒരു കുറ്റവാളി, അത്രത്തോളം കൊടും ക്രിമിനലായ ഒരു കുറ്റവാളിയാണ് ഇത്തരത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. സാധാരണക്കാരനല്ല. കൈക്ക് സ്വാധീനമില്ലാതെ ഇയാൾ രണ്ട് ജയിലാണ് ചാടിയത്. അതായത് ഡി ബ്ലോക്കിന് ഒരു പ്രത്യേക മതിലുണ്ട്, ചുറ്റുമതിലുണ്ട്. അതീവ സുരക്ഷാ ബ്ലോക്കാണ് ഈ ഡി ബ്ലോക്ക് എന്നറിയപ്പെടുന്നത്. അവിടെയാണ് ഈ ഗോവിന്ദസ്വാമിയെ പാർപ്പിച്ചിരുന്നത്. അത് ചാടിക്കടന്ന് പിന്നീട് ഫെൻസിംഗ് ഉൾപ്പെടെ, ഇലക്ട്രിക് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രധാന ജയിൽ 7 മീറ്ററോളം ഉയരമുള്ള ആ പ്രധാന മതിൽ കൂടി ചാടിയാണ് ഇയാൾ പുറത്തേക്ക് കടന്നത്. അതിന് കൃത്യമായ സഹായം ജയിൽ പുള്ളികളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും പുറത്തു നിന്നും കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ CCTV കഴിഞ്ഞ കുറെ ദിവസങ്ങളായുള്ള CCTV ദൃശ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇയാളെ സന്ദർശകരായി എത്തിയവർ ആരുകൊണ്ടെങ്കിൽ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നത്. അങ്ങനെ പ്രത്യേക സംഘങ്ങളാക്കിയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നത്, അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഉടനെ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണറും വ്യക്തമാക്കുന്നത്. ആര്യ, എല്ലാവരുടെയും ആവശ്യവും അതുതന്നെയാണ്, എത്രയും വേഗം ഈ കൊടും ക്രിമിനലിനെ പിടികൂടുക എന്നത്. KV ബൈജു ആണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഈ സുരക്ഷാ വീഴ്ച, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അനാസ്ഥ അലംഭാവം ഉണ്ടായി എന്ന് പറയുന്നതിനൊപ്പം തന്നെ അതിനപ്പുറം ഈ ദൗത്യം എങ്ങനെ പൂർത്തീകരിച്ചു, ഈ ജയിൽ ചാട്ടം എങ്ങനെ സാധ്യമാക്കി ഗോവിന്ദസ്വാമി എന്നുള്ള പ്രോസസ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ മുന്നിൽ വരും. ഇത്തരത്തിൽ ജയിലിന്റെ സെല്ലിന്റെ കമ്പി മുറിച്ചുകൊണ്ടാണ് ആദ്യം സെല്ലിന് പുറത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 7 മീറ്റർ ഉയരമുള്ള ഒരു മതിൽ ഇത്തരത്തിൽ തുണികൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വടം ഉപയോഗിച്ച് എങ്ങനെ ഒറ്റ കയ്യനായ വ്യക്തി ചാടിക്കടന്നുപോയി. ഇലക്ട്രിക് ഫെൻസിംഗ്, രാത്രിയിൽ വൈദ്യുതി പ്രവാഹമുള്ള ഇലക്ട്രിക് ഫെൻസിങ്ങിനെ എങ്ങനെ ഗോവിന്ദസ്വാമിക്ക് മറികടക്കാൻ സാധിച്ചു? ആ സമയത്ത് അതിലേക്കുള്ള വൈദ്യുത പ്രവാഹം ആര് തടഞ്ഞു സഹായിച്ചു എന്ന ഒരുപാട് ചോദ്യങ്ങൾ മുന്നിൽ അവശേഷിക്കുകയാണ്. ജയിലിനുള്ളിൽ നിന്ന് തന്നെ സഹായം ലഭിച്ചു എന്നാണ് സൗമ്യയുടെ അമ്മ ശ്രീമതി സുമതിയും അല്പസമയം മുമ്പ് ന്യൂസ് 8നോട് പ്രതികരിച്ചപ്പോൾ സുമതിയും അത്തരത്തിൽ ഒരു സംശയം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ശ്രീമതി സുമതിയുടെ പ്രതികരണം നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ഞാൻ ചോദിക്കുന്നതല്ല, ഇത്രയും വലിയ മതിലെടുത്തിട്ട് എങ്ങനെ ഇപ്പൊ ചാടി പുറത്തിറങ്ങി ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്ത ഇവന് ഒരു സുരക്ഷിത ഇല്ലാത്ത കാരണം കൊണ്ടല്ലേ ഇവന് പുറത്ത് ചാടാൻ കഴിഞ്ഞത്. ഇവന് അതിന്റെ ഉള്ളിൽ സപ്പോർട്ട് ഇല്ലാതെ അവനെ ഒരിക്കലും ഇപ്പം പുറലോകം കാണില്ല. ഇത്രയും വലിയ മതിലല്ലേ ജയിലിന്റെ, ഇത്രയും വലിയ ജയിലിലും ഇത്രയും വലിയ ഇതെങ്ങനെ ഇവൻ കയറി ഇറങ്ങിയെന്ന് പറഞ്ഞ എന്താ വിശ്വസിക്കുക? അവൻ ഇത്രയും വലിയ ജയിലിൽ ചാടുമ്പോഴത്തേക്ക് അവനെ കൊണ്ട് ഒറ്റക്കൈ വെച്ചിട്ട് ഈ മതിലിൽ കൊത്തിച്ചാറാൻ പറ്റിയല്ലോ. അപ്പൊ ഒരാൾ പിൻഗാമിയായിട്ട് അവിടെ ഉണ്ടാവും. അവനെ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടണം, എത്രയും പെട്ടെന്ന് ആ നാട് വിട്ടുപോവില്ല. അതിന്റെ മുന്നേ അവനെ പെട്ടേ പറ്റൂ. സഭയുടെ അമ്മ സുമതിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അല്പസമയം മുമ്പാണ് ന്യൂസ് 8നോട് ശ്രീമതി സുമതി പ്രതികരിച്ചത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പിടികൂടുക എന്നതാണ് അമ്മയുടെ മാത്രമല്ല കേരളത്തിന് ഒന്നാകെ ആവശ്യം മുന്നിലുള്ളത്. എന്തായാലും ഊർജിതമായ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് മുന്നിൽ ഈ ഘട്ടത്തിലുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ചാടിയത്. ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ച് വരികയായിരുന്നു ഗോവിന്ദസ്വാമി. അതിനിടയിലാണ് ഈ ജയിൽ ചാട്ടം. ടോം കുര്യാക്കോസും KV ബൈജു നമുക്കൊപ്പം തുടരുകയാണ്. ടോമിലേക്ക് പോവുകയാണ്. നേരത്തെ ടോം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ 2011 സൗമ്യയുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഈ പ്രതിയെ സംബന്ധിച്ച പശ്ചാത്തലം പുറത്തേക്ക് വന്നത് നമുക്ക് ലഭ്യമായ വിവരം, ഒരു ട്രെയിനിൽ ഭിക്ഷാടനം നടത്തുന്ന വ്യക്തി, അത്തരത്തിലൊരു തമിഴ്നാട് സ്വദേശി ഗോവിന്ദസ്വാമി ഈ കൊടും ക്രൂരകൃത്യം ചെയ്തു എന്നതാണ്. പക്ഷേ അതിന് പിന്നാലെ ഈ അന്വേഷണം പുരോഗമിക്കുന്ന സമയത്ത് ഗോവിന്ദസ്വാമിക്ക് എവിടെ നിന്നൊക്കെ സഹായം, ഏതൊക്കെ തരത്തിൽ സഹായവും പിന്തുണയും ലഭിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. സാധാരണ ഒരു ഭിക്ഷാടനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഈ സഹായങ്ങളും പിൻബലങ്ങളും ഒക്കെ എവിടെ നിന്ന് ലഭിച്ചു എന്നത് അന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്, വിവാദമായ വിഷയമാണ്. ഇപ്പോൾ ഈ ജയിൽ ചാട്ടത്തിലേക്ക് വന്നാൽ നമുക്കറിയാം, നമ്മൾ ഈ തുടക്കത്തിലെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ
ഇത്തരത്തിൽ അതീവ ദുഷ്കരമായി ചെയ്യേണ്ട ഒരു ദൗത്യമാണ്, ചെയ്തിരിക്കുന്ന ഒരു ദൗത്യമാണ്. ഒറ്റക്കയ്യനായിട്ടുള്ള ഒരു വ്യക്തി അതെങ്ങനെ സാധ്യമാക്കി എന്ന വലിയ ചോദ്യം മുന്നിൽ നിൽക്കുമ്പോൾ ചില്ലറക്കാരനല്ല ഗോവിന്ദചാമി. ഗോവിന്ദചാമിക്ക് അകത്തും പുറത്തുമെല്ലാം സഹായം നൽകാൻ ഒരു പിടി ആളുകൾ ഉണ്ട്, ഒരു പറ്റം ആളുകൾ ഉണ്ട് എന്ന സംശയം തന്നെ ബലപ്പെടുകയാണ്. അല്ലെങ്കിൽ അത് കൂടുതൽ അടിവരയിട്ട് ഉറപ്പിക്കാവുന്ന സാഹചര്യം. തീർച്ചയായും ആര്യ, കാരണം ആര്യ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവത്തിന് ഗോവിന്ദചാമി ഇത്രയും ക്രൂരമായ ഒരു ക്രൂരകൃത്യം നടപ്പാക്കിയ ശേഷം അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ കേരളമേറെ ചർച്ച ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുവരെയും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു, അതായത് മലയാളികൾ കേട്ടിട്ടില്ലായിരുന്ന അഡ്വക്കേറ്റ് ബി എ ആളൂരിന്റെ രംഗപ്രവേശം. അദ്ദേഹം കേരളത്തിന് പുറത്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് ഈ ഗോവിന്ദചാമി കേസോടുകൂടിയാണ് കേരളത്തിലേക്ക്, അതായത് മലയാളികൾ ഈ ബി എ ആളൂർ, അഡ്വക്കേറ്റ് ബി എ ആളൂർ എന്ന പേര് പോലും കേട്ടു തുടങ്ങുന്നത്. അതായത് അഡ്വക്കേറ്റ് ബി എ ആളൂരായിരുന്നു ഗോവിന്ദചാമിക്ക് വേണ്ടി അന്ന് കോടതിയിൽ ഹാജരാകുന്നത്. ആദ്യഘട്ടത്തിൽ അത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി, അതായത് കൂടുതൽ ഒരു അറിയപ്പെടാൻ വേണ്ടി, ഇത്ര ഒരു പ്രമാദമായ കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകൻ സ്വാഭാവികമായും ആരാണെന്ന് ചർച്ച ചെയ്യപ്പെടും. ആ രീതിയിലാണ് നമ്മൾ കരുതിയതെങ്കിൽ പോലും പക്ഷെ അതിനപ്പുറം ആരോ ഈ ഗോവിന്ദചാമിക്ക് പിന്നിൽ ഉണ്ടാകാം എന്നൊരു സംശയങ്ങൾ സ്വാഭാവികമായി ഉയർന്നു വന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ട്രെയിനുകളിൽ ഭിക്ഷാടനം നടത്തുന്ന വ്യക്തിയാണ് ഗോവിന്ദചാമി എന്നത്. അങ്ങനെ ഒരു ഗോവിന്ദചാമിക്ക്, ഭിക്ഷാടനം നടത്തുന്ന ഗോവിന്ദചാമിക്ക് വേണ്ടി എന്തിന് ബി എ ആളൂര് എത്തുന്നു? രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ കോടതി വ്യവഹാരങ്ങൾക്കായി സ്വാഭാവികമായി വലിയ സാമ്പത്തിക ചെലവ് ഉണ്ടാകാം. ആ സാമ്പത്തിക ചെലവ് ആരേറ്റെടുക്കും? ഒരു ഭിക്ഷാടന മാഫിയയിൽപ്പെട്ട വ്യക്തിയാണ് ഗോവിന്ദചാമി എന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നെങ്കിൽ പോലും അങ്ങനെ ഒരു ഭിക്ഷാടന മാഫിയ ഇതുപോലൊരു കൊടും ക്രിമിനലിന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ഇത്രയധികം പണം ചെലവഴിക്കുമോ? കാരണം സുപ്രീം കോടതി വരെ അതിന്റെ നിയമ പോരാട്ടം നീണ്ടതാണ്, വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം. അങ്ങനെയാണ് ഗോവിന്ദചാമിയുടെ തൂക്കുകയർ ജീവപര്യന്തമായി കുറയ്ക്കുന്നത്. അങ്ങനെ ഇത്രയും പ്രമാദമായ ഒരു കേസില് ഗോവിന്ദചാമിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാകാം. ഗോവിന്ദചാമിക്ക് നിയമസഹായം നൽകാൻ, ഗോവിന്ദചാമിക്ക് സാമ്പത്തിക സഹായം നൽകാൻ ആരാണതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും സംശയം ഉയർത്തുന്ന, പല ദുരൂഹതകൾ നടത്തുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ അതീവ സുരക്ഷയുള്ള ഈ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി പുറത്തേക്ക് ചാടണമെങ്കിൽ അവിടെയും ആരുടെയെങ്കിലും സഹായം ലഭിച്ചിരിക്കാം. കാരണം ഒരു ഒറ്റക്കയ്യനായ വ്യക്തിക്ക്, ഒരു ഒറ്റക്കയ്യനായിട്ടുള്ള ഒരു യുവാവിന് ഈ രീതിയിൽ അതിവിദഗ്ധമായി പുറത്തേക്ക് ചാടണമെങ്കിൽ ഒരു തനിച്ച് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വാഭാവികമായും പുറമെ നിന്ന് ആരുടെയെങ്കിലും സഹായം ഉണ്ടാകാം. അത് ആരുടെയാണ് എന്നത് ഇതിന് കേസിന്റെ വിശദമായ അന്വേഷണത്തിൽ ഒരു പക്ഷേ ലഭ്യമാകും. നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഈ ഗോവിന്ദചാമി ജയിലിൽ ചാടിയെന്ന് ഒരു വിശദമായി തന്നെ പരിശോധിച്ചാൽ പോലീസ് ഇയാൾക്ക് വേണ്ടി സംസ്ഥാന വ്യാപകമായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ കെ വി ബൈജു സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ അദ്ദേഹം, കാരണം പുലർച്ചെ ഏകദേശം ഒരു മണിക്ക് ശേഷമാണ് ഗോവിന്ദചാമി പുറത്തിറങ്ങിയെങ്കിൽ ഈ ഒരു മണിക്കൂറുകൾക്കിടെ ഗോവിന്ദചാമി സംസ്ഥാനം വിടാനുള്ള സാധ്യത കൂടി പരിശോധിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു വിഷയം, ഗോവിന്ദചാമി ജയിലിൽ ചാടിയതിന് പിന്നാലെ ജയിൽ സുരക്ഷയുടെ കാര്യത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തുറന്നു തന്നെ പറയേണ്ടി വരും. സാധാരണ ദിവസങ്ങളിലും വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ജയിൽ അധികൃതർ ഈ പ്രതികളെ സെല്ലിനകത്തേക്ക് കയറ്റുന്നത്. അങ്ങനെ സെല്ലിനകത്ത് ഗോവിന്ദചാമി വൈകുന്നേരം 5 മണിയോടുകൂടി ജയിൽ സെല്ലിനകത്തേക്ക് കയറുന്നു. പക്ഷെ രാവിലെ സെല്ല് തുറക്കാൻ എത്തിയപ്പോഴാണ് ഗോവിന്ദചാമി അവിടെ ഇല്ല എന്ന കാര്യം മനസ്സിലാകുന്നത്. അങ്ങനെ 7 മണിയോടുകൂടി ഗോവിന്ദചാമി ഇല്ലെന്ന് സ്ഥിരീകരിക്കുന്നു. ഈ തുണി ചേർത്ത് കെട്ടി അത് ഉപയോഗിച്ച് വടമാക്കി ഇയാൾ പുറത്തേക്ക് ചാടിയെന്ന കൃത്യമായ വിവരം ലഭിക്കുന്നു. പിന്നീട് ഈ സെല്ലിനകത്ത് നമുക്ക് ആദ്യഘട്ടത്തിൽ പോലീസ് വിശദമായി പരിശോധിച്ചപ്പോൾ, ജയിൽ അധികൃതർ പരിശോധിച്ചപ്പോൾ സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയാണ് ഇയാൾ പുറത്തേക്ക് എത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിനുശേഷം പുലർച്ചെ 1:15 ഇയാൾ ജയിലിൽ ചാടിയെന്ന് വ്യക്തമായി. ഈ കൈവശം ഉണ്ടായിരുന്ന ഈ തുണി ഉപയോഗിച്ച് മതിലിന്റെ അടുത്തേക്ക് പോയി, തുടർന്ന് മതിലിലെ ഫെൻസിങ്ങിന് മുകളിലേക്ക് ഈ വടം എറിഞ്ഞു പിടിച്ച് കയറുകയായിരുന്നു. പുറത്തുനിന്ന് ഇയാൾക്ക് സ്വാഭാവികമായും ഇങ്ങനെ സഹായം ലഭിച്ചിട്ടുണ്ടാകാം. കാരണം ആ വടം അവിടെ ജയിലിന് ഈ മതിലിന്റെ പുറത്ത് ആരെങ്കിലും സഹായം നൽകി തന്നെ അയാൾക്ക് ഈ ജയിൽ ചാടാനുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത് ആരാണ്? അക്കാര്യങ്ങൾ കണ്ടെത്തണം. ഇത് ആസൂത്രിതമായിട്ടുള്ള ഒരു ജയിൽ ചാട്ടമാകാം. അങ്ങനെയെങ്കിൽ ആ കൃത്യസമയം, ഈ സമയത്ത് പുറത്ത് ആരെങ്കിലും സഹായത്തിനായി എത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഇതേ സമയത്ത് തന്നെ ഗോവിന്ദചാമി രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച അതേ സമയത്ത് തന്നെ അവിടെ ആളെത്തി? മറ്റെന്തെങ്കിലും ജയിൽ അധികൃതരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ? അത് പുറമേ നിന്ന് ആരെങ്കിലും സഹായത്തിന് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരാണ്? ഇക്കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തുകയാണ്.
തീർച്ചയായും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിനു മുൻപായി എത്രയും പെട്ടെന്ന് ഗോവിന്ദച്ചാമിയെ പിടിയിലാക്കുക എന്ന ഉത്തരവാദിത്തമാണ് പോലീസിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതീവ ഊർജിതമായി തന്നെ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. കണ്ണൂർ DIGയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം, പുലർച്ചെ 1:10 ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിർത്തി കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിർത്തി കടക്കാൻ പക്ഷെ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് വലിയ പൊതുജനങ്ങൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന ലുക്കിലാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമി ഉള്ളത്. അപ്പോൾ പൊതുജനങ്ങളും ശ്രദ്ധിക്കുക എന്നുള്ള അലേർട്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത്. തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കൊരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം.